അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സോ ഗൈസ്, ഇതെനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ്. കാരണം നമ്മുടെ ഈ മാസം ജൂലൈയിൽ നമ്മുടെ ഗ്ലാമി ഗംഗ എന്ന് പറഞ്ഞ ഫാമിലി തുടങ്ങിയിട്ട് 6 വർഷമാവാണ്. വളരെ റീസെൻ്റ് ആയിട്ട് ഞാൻ ഒരാളുമായിട്ട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ എത്ര നാളായി തുടങ്ങിയപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ശരിയാണ് 6 years ആവുകയാണ് ഈ ജൂലൈയിൽ എന്നുള്ളത്. സോ ഗൈസ്, 6 years ഓഫ് ഗ്ലാമി ഗംഗ. അപ്പം അതിനെക്കുറിച്ചിട്ടുള്ള എനിക്കുണ്ടായ അച്ചീവ്മെൻറ്റ്സ്, ഞാൻ എടുത്ത ബാഡ് ഡിസിഷൻസ്, എൻ്റെ മിസ്റ്റേക്സുകൾ, അങ്ങനെ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ എങ്ങനെ നമുക്ക് സോഷ്യൽ മീഡിയ ത്രൂ ഏൺ ചെയ്യാം, എങ്ങനെ നമുക്കിത് ഒരു കരിയർ ആക്കാം എന്നൊക്കെ ഉള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. സോ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. ഗൈസ്, ഇത് എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ലൈറ്റും സെറ്റപ്പൊക്കെ നമ്മുടെ പുതിയൊരു ക്യാമറയാണേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം എൻ്റെ ജേർണി പറയാം. സോ ഗൈസ്, നിങ്ങൾക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയായിരിക്കും ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണത്. ലൈക്ക് ഈ ടിക്ടോക്ക് നിർത്തപ്പം എനിക്കൊരു മീഡിയ പ്ലാറ്റ്ഫോം വേണം. ക്യാമറ, ലൈറ്റ് ഒക്കെ ഇഷ്ടമുള്ളതും ഇങ്ങനെ പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ കയ്യിൽ അന്നൊരു സ്വിസ് ബ്യൂട്ടിയുടെ ഐഷാഡോ പാലറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇതായി നമ്മൾ ഈ ഐഷാഡോ ആണ് ഇടാൻ വേണം എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചുമ്മാ പറയുമായിരുന്നു. ചുമ്മാ ക്യാമറ ഒന്നും ഓണാക്കാതെ കണ്ണാടി നോക്കിയിട്ട് ഇങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ എൻ്റെ ആദ്യത്തെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ. ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എൻ്റെ അനിയത്തിയുടെ ഫോണാണ്. കാരണം അന്ന് ആ സമയത്ത് എനിക്ക് ഫോണുണ്ട്, പക്ഷേ ക്യാമറ ഇല്ല. ക്യാമറയുടെ ബാക്ക് പൊത്താനിക്കണം. ഒരു സെക്കൻഡ് ഹാൻഡ് ഫോണാണ് വാങ്ങിച്ചത്. അപ്പം ഈ ഫോൺ വിളിക്കാനും വാട്സപ്പ്, സിനിമയൊക്കെ കാണാനുള്ള ഉപയോഗത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് അന്ന് എനിക്ക് ആ ഫോൺ ഉണ്ടായിരുന്നത്. അപ്പോൾ അനിയത്തിയുടെ ഫോണിലാണ് വീഡിയോ എടുത്ത് തുടങ്ങണം. അപ്പോൾ അപ്പം മുതലേ സ്ട്രഗിളാണ്. കാരണം വെച്ചാൽ എൻ്റെ അനിയത്തിക്ക് പഠിക്കുന്ന ഒരാളാണ്. അപ്പം ഓൺലൈൻ ത്രൂ ആണ് പഠിക്കുന്നത്. അവളുടെ നോട്ട്സ് എല്ലാം ഫോണിലാണ് വരണത്. അപ്പോൾ അവൾ വീഡിയോ എടുത്ത് തരണതിൻ്റെ ബുദ്ധിമുട്ട് അങ്ങനെ കുറേയൊക്കെ ഉണ്ടായിരുന്നു. ലൈക്ക് എടുത്തു തരണേൻ്റെ വീഡിയോ എടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട്. പക്ഷേ അവൾ എനിക്കൊരു ടൈം വെച്ച് തരുമായിരുന്നു. 1 മണിക്കൂർ നിനക്ക് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും. നിങ്ങൾ എൻ്റെ പണ്ടത്തെ വീഡിയോസ് എടുത്ത് നോക്കണമെങ്കിൽ ഞാൻ ത്രൂ വോയിസ് ഓവർ ചെയ്യുമ്പോഴത്തേക്ക് ചീവിടിൻ്റെ ശബ്ദം കേൾക്കാം. കാരണം ഞങ്ങൾ വീട്ടിൻ്റെ തൊട്ട ഫ്രണ്ടിൽ കുളിക്കാൻ തോടാണ്. അപ്പോൾ നൈറ്റ് എല്ലാവരും സീരിയലും സിനിമയൊക്കെ കാണാൻ ഭയങ്കര ലൗഡായതുകൊണ്ട് ഞാൻ തോട്ടിൻ്റെ സൈഡിൽ പോയിരുന്നാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. സോ ഗൈസ്, ഇന്ന് നമ്മൾ എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ആ ടൈമിൽ അങ്ങനെയാണ് ഞാൻ വോയിസ് ഓവർ ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് എനിക്കൊരു ഐഡിയ ഇല്ല, മൈക്കിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല, ഗാഡ്ജറ്റ്സിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല, ക്യാമറ, ഫോണ്, റിംഗ് ലൈറ്റ് ഒന്നിനെ കുറിച്ച് എനിക്ക് ഒരു ഐഡിയ ഇല്ലാതെ ഞാൻ എൻ്റെ ഒരു ഇഷ്ടപ്രകാരം ഞാൻ തുടങ്ങിയതാണ്. സോ അന്ന് എന്നെ സഹായിക്കാൻ എൻ്റെ 1-2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഗോപിക ഉണ്ടായിരുന്നു, മീനാക്ഷിയൊക്കെ പിന്നെ തുടങ്ങിയതിന് ശേഷമാണ് ലൈക്ക് അവൾ അറിയുന്നത് ഞാൻ ഇങ്ങനെ തുടങ്ങി എന്നുള്ളത് ഞാൻ പറഞ്ഞതിന് ശേഷം. അപ്പം മെയിനായിട്ട് സപ്പോർട്ട് ചെയ്യണ 2 പേരും ഗോപികയും വേറൊരു ഫ്രണ്ടുമാണ്. സോ അവർ 2 പേരെടുത്തും ഞാൻ ഇന്ന് ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. കാരണം ഞാൻ ഒരു ടൈമിലായപ്പോൾ ഞാൻ ഗോപിക വിളിച്ച് കരഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് പറ്റണില്ല, മോള് ഫോണും തരണില്ല, സിബ്ലിംഗ് തിങ്സ്, മോള് ഫോണൊന്നും തരണില്ല, എനിക്ക് പറ്റില്ല എന്നൊക്കെ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരിക്കലും ഇല്ല, നീ എല്ലാവരും നിൻ്റെ വീഡിയോയിലൊക്കെ വരാൻ ആഗ്രഹിക്കേണ്ട ഒരു ദിവസം വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ ലൈക്ക് അത് എനിക്ക് ഭയങ്കര ഒരു, നമ്മളൊരാൾ സപ്പോർട്ട് ചെയ്യാളപ്പോൾ ഇങ്ങനെ നമ്മൾ ഡൗൺ ആയി പോണ സമയത്ത് നമ്മളൊരാൾ സപ്പോർട്ട് ചെയ്ത് കുറച്ച് മുകളിലോട്ട് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഓഫ് കോഴ്സ് അങ്ങനെ നല്ല ബന്ധങ്ങളുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ അങ്ങനെ ഗോപികയും വേറൊരാളുമാണ് എന്നെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്ത. പേര് ഞാൻ പറയുന്നില്ല. ലൈക്ക് പക്ഷെ എന്നും ആ 2 പേരെടുത്ത് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഗ്രാറ്റിറ്റ്യൂഡാണ്. ആൻഡ് നമ്മുടെ പ്രാർത്ഥനയിൽ ഇൻക്ലൂഡ് ആവുന്ന മനുഷ്യരാണ് അവരെല്ലാവരും. സോ സ്റ്റിൽ ലൈക്ക് വേറൊരു വ്യക്തിയായിട്ട് ഞാൻ ഇപ്പോഴും കോൺടാക്റ്റ് ഉണ്ട്. ഒരു ഹായ് ബൈ ബന്ധം പോലെ. അങ്ങനെ ഒരു ലൈക്ക് ഒരു എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പം വിളിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളും ഉണ്ട്, കോൺടാക്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ആദ്യമായിട്ട് തുടങ്ങുന്ന സമയത്ത് എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ PR പ്രോഡക്ട്സ് കിട്ടുമെന്നോ പ്രൊമോഷൻ കിട്ടുമെന്നോ ഒരു ഐഡിയ എനിക്കില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു പാഷന് വേണ്ടിയിട്ട് തുടങ്ങുന്നതാണ്. പക്ഷെ ഞാൻ അന്നും എന്നും ഞാൻ എൻ്റെ ഒരു നല്ല ക്യാരക്ടറായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു നല്ലതായിട്ട് ഞാനൊരു കാര്യം വയ്ക്കുന്നത് വെച്ചാൽ എൻ്റെ കൺസിസ്റ്റൻസിയാണ്. കാരണം എനിക്കൊരു വിശ്വാസമുണ്ട്, സക്സസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഓവർനൈറ്റ് ഉണ്ടാവുന്നതോ ഒരു 3-4 ദിവസം കൊണ്ടോ ഒന്നും അങ്ങനെയല്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഹാർഡ് വർക്ക് നമുക്ക് സക്സസ് ആണ്. ഒരു സ്ലോ പ്രോസസ്സാണ്, പക്ഷെ അത് ട്രസ്റ്റ് ചെയ്യുക. ഇറ്റ്സ് ടേക്ക് സം ടൈം. പക്ഷേ ആ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ അത്രയും നമുക്ക് സന്തോഷം തരുന്ന, നമ്മളെപ്പോഴും നമുക്ക് എപ്പോഴെങ്കിലും ഒന്നും കിട്ടുന്ന ഒരു മധുരം പോലെ നമ്മുടെ ഒരു ലോങ് ടേം ഒരു ഫ്രൂട്ടാണ് ആ സക്സസ് എന്ന് പറയുന്നത്.
സോ അപ്പം ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇട്ടു. പിന്നെ ഞാൻ ഓഫ് കോഴ്സ് ഞാൻ ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എല്ലാ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസും എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഞാൻ ആദ്യം നോക്കി എനിക്ക് യൂട്യൂബ് തുടങ്ങി എനിക്ക് എന്ത് കൈൻഡ് ഓഫ് വീഡിയോസ് ഉണ്ട്. ഇപ്പം ടിക്ടോക്ക് ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് അങ്ങനെ അമ്മമ്മ അഴകമ്മ ഇങ്ങനെ വീഡിയോ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷേ എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് കോണ്ടന്റ് മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുന്ന രീതിക്ക് കൊടുക്കണം. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു എനിക്ക് എന്താണ് കഴിവുള്ളത്, എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നോക്കുമ്പം എനിക്ക് ഡാൻസ് കളിക്കാൻ അറിഞ്ഞൂടാ, എനിക്ക് പാട്ട് പാടാൻ അറിഞ്ഞൂടാ, എനിക്ക് പഠിപ്പിക്കാൻ അറിഞ്ഞൂടാ, എനിക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാനുള്ള അങ്ങനത്തെ ഒരു സെറ്റപ്പോ എനിക്ക് അതിനെക്കുറിച്ച് വലിയ ദീർഘമായിട്ട് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അറിയാമെന്നുള്ള നല്ല വള സംസാരിക്കാനും അറിയാം. എനിക്ക് നല്ലപോലെ മേക്കപ്പ് അല്ലെങ്കിൽ ഈ ഒരു സ്കിൻ കെയർ അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് ഒരു കോഴ്സിനോട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങി. അതാണ് എൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു അത് തന്നെയാണ് ഞാൻ വീഡിയോ ഇടുന്നത്. സ്റ്റിൽ നൗ ഞാൻ എന്ത് ചെയ്യുന്നു അത് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ആദ്യത്തെ വീഡിയോ എടുത്ത് നോക്കണമെങ്കിൽ ചാനലിൻ്റെ പേര് ലെറ്റ് ഗെറ്റ് സം പുട്ടി വിത്ത് ഗംഗ എന്നായിരുന്നു. കാരണം വെച്ചാൽ അന്ന് ആ സമയത്ത് ഞാൻ തുടങ്ങണം. അപ്പോൾ എനിക്ക് എവിടെ ചെന്ന് ലെറ്റ് ഗെറ്റ് സം പുട്ടി വിത്ത് ഗംഗ എന്ന് പറയാൻ പാടായിട്ട് ഞാനും ഗോപിയും കൂടെ ഒരു ഗ്രൂപ്പ് കോളിൽ ഞാനും ഗോപിയും കൂടെ ഇങ്ങനെ വിളിച്ചാണ് ഞങ്ങൾ ഈ ചാനലിൻ്റെ പേര് ഗ്ലാമി ഗംഗ എന്നുള്ള പേരിലോട്ട് മാറ്റിയത്. ഓക്കെ, അന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്നെ ഗ്ലാമി ഗംഗ എന്നുള്ള പേരിൽ എന്നെ ഇത്രയും പേര് അറിയുമെന്നോ അങ്ങനെ ഒരു ഐഡിയ ഇല്ലാതെ ഒരു ഇഷ്ടത്തിൻ്റെ പേരിൽ അങ്ങ് തുടങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ ചാനൽ തുടങ്ങി. എൻ്റെ ആദ്യത്തെ ബാക്ക് ഡ്രോപ്പ് അല്ലെങ്കിൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ മൂടി കിടക്കുന്ന പുതപ്പാണ്. ആ പുതപ്പാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ വിരിച്ചിട്ട് അതാണ് ഞാൻ വീഡിയോ ചെയ്തത്. കാരണം ഇതായിരുന്നു മൺകട്ട നമ്മുടെ ഇതുണ്ടല്ലോ താവൂക്ക് കട്ട സൈഡൊന്നും പൂശിയിട്ടുണ്ട്, പക്ഷെ അധികം വൃത്തിയില്ല. ഒരു 5-6-10 വർഷങ്ങൾക്ക് മുമ്പ് പൂശിയതാണ്. അപ്പം ഈ മഴ പെയ്ത് ചെളിയാൽക്കാണ്. അപ്പം ഞാൻ എന്താ വെച്ചാൽ എൻ്റെ മൂടി കതക്കണ പുതപ്പെടുത്ത് വിരിച്ചിട്ട് ഞാൻ അങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നത്, വെളയിലൊക്കെ പോരുന്നത്. കാരണം എനിക്ക് അതിനുള്ള ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം ഞാൻ ടി വി വയ്ക്കുമ്പോൾ ടി വി കാണുമ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. സോ പിന്നെ എനിക്ക് ആ സമയത്ത് ആ ഒരു കോൺഫിഡൻസ് ഇല്ല എല്ലാവരും മുമ്പിലും ഗൈസ് ഹലോ ഗൈസ് എന്നൊക്കെ പറയാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് ആദ്യമില്ല. കാരണം എല്ലാവരും എന്നെ ആ സമയത്ത് കാണുന്ന വെച്ചാൽ ഒരു ഫോണും കൊണ്ട് ഒരു പെങ്കൊച്ച് പഠിച്ചുകൂടിയായിരുന്ന സമയത്ത്. അപ്പം അന്ന് ആ ഫോണും കൊണ്ട് നടക്കുമ്പോൾ ആൾക്കാർ ഇപ്പോഴല്ല ഗൈസ് ഒരു 6 വർഷം മുമ്പുള്ള കാര്യമാണ് പറയണത്, 6-7 വർഷം മുമ്പ്. അപ്പോൾ ആൾക്കാർ വിചാരിക്കും അയ്യോ ഫോണും കൊണ്ട് നടക്കുമ്പോൾ മേ ബി കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എപ്പോഴും ഫോണിൽ തന്നെ ഒരുപാട് ബോയ് ഫ്രണ്ട്സ് കാമുക അങ്ങനെ ഇങ്ങനെയൊക്കെ ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഞാൻ യൂട്യൂബേ എൻ്റെ എന്ന് പറഞ്ഞാണ് ഞാൻ നടന്നത്. അങ്ങനെ ഫൈനലി ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വ്യൂസ് വന്നു, എന്നെ ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആൾക്കാർക്ക് ലൈക്ക് ഇങ്ങനെ ഇഷ്ടമുള്ള കമൻസുകളൊക്കെ വന്ന് തുടങ്ങി, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത കമൻസുകൾ വന്നു, അല്ലെങ്കിൽ സജഷൻസ് വന്നു, ക്രിറ്റിസിസം വന്നു. അങ്ങനെ പല രീതിക്കുള്ള കമൻറ്റ് ബോക്സ് ചിലപ്പോൾ ചീത്ത വിളിക്കാം, ചിലപ്പോൾ സ്നേഹിക്കാം, അങ്ങനെ പല രീതിക്ക് ഓഫ് കൈൻഡ്സ് ഓഫ് കോമൻസ് ആയിട്ട് വന്നു. ഒന്ന് വെച്ചാൽ ഞാൻ ലിറ്ററലി എൻജോയ് ചെയ്തു. കാരണം ഞാൻ ഇതൊരിക്കലും എൻ്റെ ഒരു ജോബ് എന്നുള്ള രീതിയിൽ ഞാൻ കണ്ടിട്ടില്ല. കാരണം അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഞാൻ പഠിക്കുന്നുണ്ട്, ഞാൻ അല്ലാതെ വേറെ വർക്കിന് പോകുന്നുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ടൈം എത്തിയപ്പോൾ എൻ്റെ മെയിൻ ജോബ് ഇതായി. ഇതായെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ മേക്കപ്പ് കോഴ്സ് പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് എൻ്റെ ഈ ജോബ് കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം. മീൻസ് എനിക്ക് ഞാൻ ചെയ്യുന്നതിനെ കുറച്ചുകൂടെ നമുക്കൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേക്കപ്പ് കോഴ്സ് പഠിക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് ഞാൻ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചു. ഞാനങ്ങ് അത് സ്റ്റാർട്ട് ചെയ്യാൻ വെച്ചു. പക്ഷേ ഞാൻ അത് സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. കാരണം പിന്നെ എനിക്ക് വർക്ക് വന്നു, കുറേ അങ്ങനെ വന്നു, അങ്ങനെ ഒരുപാട് തിരക്കായപ്പോഴത്തേക്ക് പിന്നെ എനിക്കത് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി, അതായത് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ളത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. പക്ഷേ ഞാനൊരു സർട്ടിഫൈഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. അതിലെനിക്കൊരിതുണ്ട്. കാരണം ഞാനൊരു സ്കില്ല് പഠിച്ചു, അല്ലെങ്കിൽ ഒരു സ്കില്ല് ഞാൻ ലൈക്ക് എനിക്കതൊരു സ്കില്ല്, കാരണം ഞാൻ ഒരു BSc ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ അതൊരു സ്കില്ലല്ല, എനിക്കൊരു കൈൻഡ് ഓഫ് ഡിഗ്രിയാണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ്, ഒരിക്കലും ഒരു സ്കില്ലല്ല. അപ്പോൾ ഇപ്പോഴും ഞാൻ സ്റ്റിൽ നൗ എനിക്ക് എൻ്റെ സ്കില്ലുകൾ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ട്. എനിക്ക് അങ്ങനെ ഒരുപാട് സ്കില്ലെന്നുണ്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹം എനിക്ക് ഡാൻസ് പഠിക്കണമെന്ന്. പക്ഷെ ഒരൊറ്റ ചീത്ത എൻ്റെ മൈൻഡിൽ കിടക്കണമുണ്ട്. ഡാൻസ് എനിക്ക് കുഞ്ഞിലെ എല്ലാവരും പഠിക്കാൻ പോയപ്പം ലൈക്ക് ഞാൻ ഒരാൾക്ക് തന്നോ എനിക്ക് ഡാൻസ് പഠിക്കണം, അപ്പോൾ ഒരു ഞാൻ ചീത്തയായിട്ട്. അപ്പോൾ അന്ന് ആ ചീത്തയുടെ അർത്ഥമോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ അതെന്തോ ഡാൻസ് പഠിക്കാൻ എന്തോ വലിയൊരു അപരാധമാണ് എന്നുള്ളത് എൻ്റെ മനസ്സിലായിപ്പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് ക്ലാസിക് ഡാൻസ് പഠിക്കണം. മേ ബി ഇന്നൊരു ക്ലാസിക് ഡാൻസ് പഠിച്ചിരുന്നെങ്കിൽ ഞാനൊരു ക്ലാസിക് ഡാൻസ് ടീച്ചറൊക്കെ ആയിട്ട് ഞാൻ ആയേനെ. ഓക്കെ, ഞാനൊരു ക്ലാസിക് ഡാൻസർ ആയേനെ, ഒരു ടീച്ചറായേനെ. ഞാൻ ഇങ്ങനെ പിള്ളേരെയൊക്കെ പഠിപ്പിക്കുന്ന അങ്ങനെയൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ആ മ്യൂസിക്, ആ ഒരു ആർട്ട്,
അതിലൊക്കെ ജീവിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ആദ്യം ഞാൻ പറയാം, ഞാൻ ആദ്യമായിട്ട് വീഡിയോ ഇടുന്ന സമയത്ത് എനിക്ക് ആദ്യമായിട്ട് ഉണ്ടായ വ്യൂസ് എന്ന് പറയുന്നത് 1000 വ്യൂസ് ആണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു 2-3 ദിവസത്തിൽ എനിക്കൊരു 1000 വ്യൂസ് ഉണ്ടായി. ആ 1000 വ്യൂസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്നുള്ള വീഡിയോ. അപ്പം ഞാൻ എല്ലാവർക്കും അത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിന്, ഫാമിലിക്കൊന്നും ഞാൻ അങ്ങനെ അയച്ചു കൊടുത്തിട്ടില്ല, ഫ്രണ്ട്സിന്, എൻ്റെ ഒരു 2-3 കസിൻസിനൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ സ്കൂൾ ഗ്രൂപ്പ്, കോളേജ് ഗ്രൂപ്പിലൊക്കെ ഞാൻ അയച്ചു കൊടുത്തു. ഞാൻ ഇങ്ങനെ തുടങ്ങാണ്. അപ്പോൾ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്തു. ഞാൻ സത്യം പറഞ്ഞ കഴിച്ച് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു. പക്ഷേ എൻ്റെ ഫാമിലിയിൽ നിന്ന് എനിക്കൊരു സപ്പോർട്ടേ കിട്ടിയിട്ടില്ല. എൻ്റെ അമ്മ സപ്പോർട്ട് ചെയ്തിട്ടില്ല, എൻ്റെ അനിയത്തി സപ്പോർട്ട് ചെയ്തിട്ടില്ല, എന്നെ ഒരു മനുഷ്യൻ സപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ കാരണം അവർക്കൊന്നും ഒരു ഐഡിയ ഇല്ല. ഇപ്പം എൻ്റെ അമ്മയ്ക്കൊന്നും ഒരു ഐഡിയ ഇല്ല. ഓക്കെ, അവർക്ക് ഇങ്ങനെ അതിൽ നിന്നൊരു വരുമാനമുണ്ട് അങ്ങനെ. എൻ്റെ അമ്മയൊക്കെ പഠിച്ചൊരു ജോലി വാങ്ങും. ഞാൻ ഓഫ്കോഴ്സ് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു. മൾട്ടി ടാസ്കിങ് ആയിരുന്നു. കാരണം എനിക്ക് അറിഞ്ഞുകൂടാ ഇതിൽ നിന്നൊരു വരുമാനം ഉണ്ടാവും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് എന്തായാലും ഒരു വരുമാനം വേണം, എനിക്കൊരു ജോലി വേണം എന്നുള്ള ആഗ്രഹം എനിക്ക് പണ്ടേ ഉള്ളതാണ്. ഓക്കെ, അപ്പം ഞാൻ അന്നൊക്കെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ തോട്ടിൽ ഓക്കെ കുഴപ്പമില്ല, അവരൊക്കെ നീ ഇങ്ങനെ എന്നടി, നീ തുടങ്ങിയത് ഈ വീഡിയോ ഇട്, എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു. പക്ഷേ എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എൻ്റെ ഒരു വിഷമം ഉണ്ടാക്കിയ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഒരു കസിൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, നിൻ്റെ വീഡിയോസിന് ഒരു ഡിസ്ലൈക്ക് ഉണ്ട്, എല്ലാ വീഡിയോസിനും ഒരു ഡിസ്ലൈക്ക് ഉണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ആടാ ഒരു ഡിസ്ലൈക്ക് ഉണ്ട്, അത് ആരെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബാക്കി കാരണം ഇപ്പോഴാകുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പം നമ്മൾ ഇഷ്ടമല്ലാത്ത ആൾക്കാർ മേ ബി ഡിസ്ലൈക്ക് ചെയ്യുമായിരിക്കും, നമ്മൾ ഇഷ്ടമുള്ള ആൾക്കാർ ലൈക്ക് ചെയ്യുമായിരിക്കും. പക്ഷെ അന്ന് ആ ടൈമിൽ എനിക്ക് കാണുന്ന എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ മാത്രമേ ഉള്ളൂ, ഫ്രണ്ട്സ് മേ ബി ഫാമിലിയൊക്കെ. അപ്പം പുള്ളിക്കാരൻ എന്നെ ആ കസിൻ വിളിച്ചിട്ട് പറഞ്ഞ്, ആ ഒരു ഡിസ്ലൈക്ക് ആരെന്ന് പറയും, അത് എൻ്റെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിപ്പോയി എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ഭയങ്കര സങ്കടമായിപ്പോയി. എന്തിനങ്ങനെ ഡിസ്ലൈക്ക് ചെയ്യാൻ മാത്രം ഞാൻ ഇതാണ് ചെയ്തത്, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാൻ മാത്രം ആ പേഴ്സൺ അടുത്ത് ഞാൻ എന്ത് ചെയ്തു എന്നൊക്കെ ഉള്ള ഇതായിപ്പോയി. കാരണം ഞാൻ എല്ലാവർക്കും എന്നാൽ കഴിയുന്ന നല്ലതേ ചെയ്തിട്ടുള്ളൂ, ലൈക്ക് ആ ടൈമിലായാലും ഈ ടൈമിലായാലും എപ്പോഴായാലും. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. പക്ഷെ ഞാനത് ഭയങ്കര ഇതായിട്ട് ആലോചിച്ച് ചിന്തിച്ചെടുത്തില്ല. ഓക്കെ, അങ്ങനെ ഞാൻ കാലങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ, ആ വാക്കുകൾ എപ്പോഴും ആലോചിക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ കാലങ്ങൾ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നു. കാരണം പിന്നെ ഇതെൻ്റെ മെയിൻ ഒരു പ്രൊഫഷനായിട്ട് മാറുകയാണ് ചെയ്തത്. ആദ്യ കാലഘട്ടത്തിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അറിഞ്ഞൂടാ. അപ്പം ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പുള്ളിക്കാരനായിരുന്നു എഡിറ്റ് ചെയ്ത് തന്നുകൊണ്ടിരുന്നത്. അപ്പം ഒരു ടൈം കഴിയുമ്പോൾ പുള്ളിയുടെ വർക്കിൽ ബിസി ആയി. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ അറിഞ്ഞൂടാ. അപ്പം ഞാൻ എങ്ങനെ വെച്ചാൽ ഞാൻ വീഡിയോസ് കണ്ട് ഞാൻ എഡിറ്റിങ് പഠിച്ചു വെച്ചാൽ ഫോണിൽ എഡിറ്റ് ചെയ്യണത്, ഫോണിൽ എടുത്ത വീഡിയോ ഫോണിൽ എഡിറ്റ് ചെയ്തിടാൻ ഈസിയാണ്. അതേസമയം നമ്മൾ വേറെ ത്രൂ ക്യാമറ വഴി എഡിറ്റ് ചെയ്യണം, നമുക്ക് ഫോണിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. അതെങ്ങനെയാണ് ഒരു സിറ്റുവേഷൻ വെച്ചാൽ, എനിക്ക് ഫോണിൽ എനിക്ക് അങ്ങോട്ട് കുറച്ചുകൂടെ നല്ല ക്വാളിറ്റിയിൽ കൊടുക്കണം വെച്ചാൽ ഞാനൊരു ക്യാമറ വാങ്ങിച്ചു, Canon M50 Mark II. അതാണ് എൻ്റെ ആദ്യത്തെ ക്യാമറ എന്ന് പറയുന്നത്. സ്റ്റിൽ നൗ ആ ക്യാമറ എൻ്റെ കയ്യിലുണ്ട്. അപ്പം ആ ക്യാമറ ഞാൻ വാങ്ങിച്ച് ഞാൻ യൂട്യൂബൊക്കെ തുടങ്ങി ഒരു 1-1.5 വർഷം കഴിഞ്ഞിട്ടാണ്, 1-2 വർഷം കഴിഞ്ഞാണ് ഞാൻ ക്യാമറ വാങ്ങുന്നത്. അതും ഞാൻ സേവ് ചെയ്ത് ഓരോ മാസവും സേവ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ക്യാമറ വാങ്ങുന്നത്. ക്യാമറ വാങ്ങിച്ച് വന്നപ്പോൾ പ്രശ്നം, ക്യാമറയിലൊക്കെ വീഡിയോ എടുത്ത് ഭയങ്കര ഹാപ്പിയായി, നല്ല ക്വാളിറ്റിയിൽ എനിക്ക് വീഡിയോ എടുത്താൻ പറ്റുമ്പോൾ ഭയങ്കര സന്തോഷം, ഇങ്ങനെ തൊഴുതുകൊണ്ടിരിക്കുകയാണ്. പ്രശ്നം വെച്ചാൽ ഇത് എഡിറ്റ് ചെയ്യാൻ എൻ്റെ ഫോണിൽ പറ്റില്ല, കാരണം അത്രയും ബാക്കപ്പ് ഇല്ല, സ്റ്റോറേജ് ഇല്ല. അപ്പോൾ ഈ ക്യാമറയിൽ എടുത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അടുത്ത എൻ്റെ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ലാപ്ടോപ്പ് വാങ്ങണം. അപ്പോൾ ലാപ്ടോപ്പ് വാങ്ങാൻ എനിക്ക് EMI കിട്ടൂല, കാരണം എൻ്റെ EMI എടുത്ത ക്രെഡിറ്റ് സ്കോർ ഇല്ല, സർട്ടിഫിക്കറ്റ് ഇല്ല, ഒന്നുമില്ലാത്ത ഒരാൾക്ക് ഓഫ്കോഴ്സ് EMI കൊടുക്കും. അങ്ങനെ എനിക്ക് മീനാക്ഷിയുടെ അമ്മയാണ് എനിക്ക് മാമി അവരുടെ സിവിൽ സ്കോർ വെച്ചിട്ട് എനിക്ക് ലാപ്ടോപ്പ് വാങ്ങിച്ചു തരണത്. അന്ന് ലാപ്ടോപ്പ് വാങ്ങാൻ എൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു. അയാളുടെ അടുത്ത് ഞാൻ ഭയങ്കര പേരൊന്നും ഞാൻ ജസ്റ്റ് പറയുന്നു എന്നേ ഉള്ളൂ. അന്ന് ആ ടൈമിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം നമുക്കൊരു ഞാൻ അങ്ങനെയാണ്, ഞാനിപ്പോൾ എനിക്കൊന്ന് വയ്യെടുക്കണമെങ്കിൽ വെള്ളം തന്നാലും ഞാൻ ആ നന്ദി എന്നും സൂക്ഷിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും നാളെ അവർക്കൊരാവശ്യം വരുമ്പോഴത്തേക്ക് എന്നാൽ കഴിയുന്ന എന്തൊക്കെ ചെയ്യാൻ പറ്റും അത്രയും ഞാൻ ചെയ്യുന്ന ഒരു ടൈപ്പ് ക്യാരക്ടറാണ് എൻ്റെ അത്. പക്ഷേ എനിക്ക് ആ ക്യാരക്ടർ നല്ലതായിട്ട് തോന്നുന്നില്ല, ജസ്റ്റ് പറഞ്ഞതാണ്. ഓക്കെ, അങ്ങനെ ഞാൻ ലാപ്ടോപ്പ് എടുത്തിട്ട് ഞാൻ പിന്നെ ലാപ്ടോപ്പിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചു. സ്റ്റിൽ നൗ ആ ലാപ്ടോപ്പ് എൻ്റെ കയ്യിലുണ്ട്. ആ ലാപ്ടോപ്പിലാണ് ഞാൻ ഇപ്പോഴും എൻ്റെ മിക്ക കാര്യങ്ങളും ചെയ്യുന്നത്. ഞാൻ ലാപ്ടോപ്പ് എഡിറ്റ് ചെയ്യാൻ എൻ്റെ യൂട്യൂബ് ത്രൂ ആണ്, ഞാൻ നോക്കിയാണ് ഒരാളെ എഡിറ്റ് ചെയ്യാൻ എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നു അത് നോക്കിയാണ് ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചത്.
അപ്പം നമ്മുടെ ഈ പുതിയ വീട്ടിൽ 2025 ഇവിടെ കയറുന്നത് വരെ എൻ്റെ എല്ലാ വീഡിയോസും ഞാനാണ് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന് മുന്നേ ഒരു 2-3 മാസം മുമ്പേ എനിക്കൊരു എഡിറ്റ് വെച്ചു. കാരണം എനിക്ക് വീട് പണിയുടെയൊക്കെ തിരക്കായപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ 1-2 പേരെ ഹെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുവരെ ഞാനാണ് എൻ്റെ എല്ലാ വീഡിയോസും എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഇതിൽ പറയാം, ഇതിൽ മിക്കുള്ള ആൾക്കാരും വിചാരിക്കണോ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ രാവിലെ എനിക്ക് ലിപ്സ്റ്റിക്ക് ഇട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ക്യാമറയുടെ മുമ്പിൽ നോക്കി സംസാരിച്ചാൽ എല്ലാ പണിയും കഴിയുന്നു. ഒരിക്കലും അല്ല. എല്ലാ ജോബിനും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഒക്കെ ഉണ്ട്. അതേപോലെയാണ് ഇതൊരു ജോബായിട്ട് കാണാത്ത ആൾക്കാരുണ്ടായിരിക്കും. ഓഫ് കോഴ്സ് അത് നിങ്ങളുടെ ഒരു കൈൻഡ് ഓഫ് വ്യൂ ആണ്, നിങ്ങൾക്കത് കാണാൻ പറ്റുക. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇതൊരു ഫുൾ ടൈം ഞാൻ എഫേർട്ട് ഇട്ട് ഫുൾ ടൈം ഞാൻ ഇതിൽ സ്പെൻഡ് ചെയ്ത് ഞാൻ ചെയ്യുന്ന ഒരു ജോബാണ്. ഇപ്പം 10 to 5 അല്ലെന്നുണ്ടെങ്കിലും എനിക്കിഷ്ടമുള്ള ടൈമിൽ അത്രയും ടൈം, മേ ബി 10 to 5 എന്ന് പറഞ്ഞാൽ ഞാൻ ചില സമയത്ത് 6 മണിക്ക്, രാവിലെ 6 മണിക്ക് ഷൂട്ടിട്ടു വൈകിട്ട് ഒരു 6 മണി 12 മണിക്കൂർ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കുക. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് കഴിക്കും, പിന്നെ അതിൻ്റെ ഇടയിൽ വല്ല ചായ വെള്ളമൊക്കെ കുടിക്കണമെന്നല്ലാതെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കും. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എഡിറ്റ് ചെയ്യും. ഇതായിരുന്നു എൻ്റെ ആ ഒരു ടൈമിൽ എൻ്റെ ഒരു കൈൻഡ് ഓഫ് റുട്ടീൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഞാൻ എഡിറ്റ് ചെയ്തു. ആൻഡ് എൻ്റെ ആദ്യത്തെ വൈറലായ വീഡിയോ എന്ന് പറയുന്നത് ഒരിക്കലും ഈ വീഡിയോ വൈറലാ അങ്ങനെയൊന്നുമില്ല. എനിക്കൊരു വ്യൂസ് ഉണ്ടായിരുന്നു. ആ വ്യൂസിൽ ഞാൻ ഹാപ്പിയാണ്. ഞാൻ ഒരിക്കലും വ്യൂ അങ്ങനെയൊക്കാലും എനിക്കൊരു ഒരു കമൻറ്റ് മതി. മേ ബി എന്നെ ഇതെനിക്കൊരു ഉപയോഗമായി, താങ്ക് യു ഗംഗ. അതേ കൂടുതൽ ഞാനൊന്നും എക്സ്പെക്ട് ചെയ്യില്ല എന്ന് വെച്ചാൽ അത് ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ ഒരു വീഡിയോ ഒരാൾ കണ്ടിട്ട് അവർക്കതൊരു ഉപയോഗമായെന്ന് അറിയുമ്പോൾ നമ്മൾ ഒരാൾക്ക് നമ്മൾ കണ്ടിട്ടില്ലാത്ത, നമ്മൾക്ക് അറിഞ്ഞുകൂടാത്ത, നമ്മളെ റീത്തയെ പോലെ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ട്. അവർക്കതൊരു ഉപയോഗമായെന്ന് അറിയുമ്പോൾ ഓഫ് കോഴ്സ് അത് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ആ ഒരു കമൻറ്റാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. എനിക്ക് വീഡിയോസ് ആദ്യത്തെ വീഡിയോ വൈറലാവണേ എന്ന് വെച്ചാൽ ഞാൻ മൂക്കിനകത്ത് വാക്സ് ഇട്ട് എടുക്കുന്നത്. എൻ്റെ ആ സമയത്ത് എൻ്റെ മെയിൻ ഒരു എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത് ഒരുപാട് വൈറൽ വീഡിയോസ് ട്രൈ ചെയ്യുന്നത്. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഞാൻ കണ്ണാ പിന്നെ ചെയ്തിട്ടുണ്ട്. കാരണം എനിക്കത് ഇഷ്ടമാണ്. ഞാൻ ഒരു യക്ഷിയുടെ ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക്, എല്ലാവരും നയൻതാര അവരവരെയൊക്കെ ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കിത് വേണ്ട, എനിക്ക് വെറൈറ്റി ആണെന്ന് വിചാരിച്ച് ഞാൻ എന്താണ് കല്യാങ്കാട്ട് നീലി ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക്. സീരിയസ്ലി ഇങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എനിക്ക് ചെയ്യുന്നതിൽ എനിക്ക് കുറച്ചെന്തെങ്കിലുമൊക്കെ വേണം, അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഞാനത് ചെയ്തു. എൻ്റെ ആദ്യത്തെ വീഡിയോ അല്ല, ഞാൻ മൂക്കിൽ നിന്ന് ഇത് എടുക്കുന്നതാണ്. നോക്കിയപ്പോൾ ട്രോളൊക്കെ വന്നപ്പോൾ കുറേ പേര് ചീത്ത വിളിച്ചിട്ടിട്ടുണ്ട്, കുറേ പേര് സ്നേഹത്തിൽ കമൻ്റ് ഇട്ടിട്ടുണ്ട്, കുറേ പേര് ചിരിക്കാൻ ഞാനൊരു കാരണമായിരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഒരു എനിക്ക് അന്നൊക്കെ വരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും വരുന്നൊരു കമൻ്റാണ് ഞാൻ വിഷമിച്ചിരിക്കുന്നത് ഗംഗയുടെ വീഡിയോ ഉണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ എനിക്കവിടെ ഞാൻ ആലോചിക്കുക വെച്ചാൽ ഒരാൾ വിഷമിച്ചിരിക്കുകയാണ്. ആ വിഷമിച്ചിരിക്കുന്ന ആൾക്ക് ഞാൻ കാരണം ഒരു സന്തോഷം എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു കൈൻഡ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സന്തോഷമുണ്ട്. നമ്മൾ കാരണം ഒരാൾ സന്തോഷിക്കുന്നു അല്ലെങ്കിൽ ഒരാൾക്ക് സന്തോഷമായി എന്നുള്ളത്. ആൻഡ് ഗൈസ് അതൊക്കെ കഴിഞ്ഞു. എനിക്കിങ്ങനെ ഇൻ്റർവ്യൂവിനൊക്കെ എന്നെ വിളിച്ചു. ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. ഞാൻ എന്താണോ അത് ഞാൻ തന്നെയാണ് ഞാൻ എല്ലായിടത്തും നിന്നത്. ഇപ്പം ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ ഒരുപാട് ആൾക്കാരുടെ റെഫറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും റെഫറൻസ് എടുത്ത് ഞാൻ അവരെ പോലെ സംസാരിക്കാൻ നോക്കി. നമ്മൾ ഇതാണേ നോക്കുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്, ഇതാണ് നോക്കുന്നത്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്നുണ്ട്. പക്ഷെ ഒരു 2-3 വീഡിയോസിന് എനിക്ക് പറ്റാനില്ല. ഞാൻ തുടക്കത്തിൽ എനിക്ക് പറയാൻ പറ്റുന്നുണ്ട്, പക്ഷെ അത് കഴിയുമ്പോൾ എനിക്ക് പറയാൻ പറ്റാനില്ല. എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ട് കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആവാനില്ല, കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് ഒന്നും. ഞാൻ എന്താ വെച്ചാൽ ഞാൻ എന്താണോ അങ്ങനെ സംസാരിക്കുന്നത്, എന്തരി കുന്തരി അത് ഇത് അമ്മ തള്ള പിള്ള എന്നൊക്കെ പറഞ്ഞ്, കാരണം ഞാൻ അതാണ് ഞാൻ എന്താണോ എൻ്റെ വീട്ടിൽ പുനൂതം. കാരണം എൻ്റെ വീട്ടിൽ ഇങ്ങനത്തെ വാക്കുകൾ അല്ലെങ്കിൽ ഞാൻ ജനിച്ച് വളർന്ന ഒരു കൈൻഡ് ഓഫ് കമ്മ്യൂണിറ്റിയിൽ ഞങ്ങൾ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്, കൂട്ടുകാർ ഇങ്ങനെ. അപ്പം എനിക്കിതേ വരുള്ളൂ. അപ്പം ഞാനിപ്പോൾ ഓഫ്കോഴ്സ് ഞാൻ വല്ല ലണ്ടനിൽ വെച്ച് നിങ്ങൾക്ക് എൻ്റെ ആക്സെൻ്റ് പോലും പിടികിട്ടാത്ത രീതിയിൽ ഞാൻ സംസാരിച്ചാണ്. പക്ഷേ ഞാൻ ഞങ്ങളിവിടെ ഞാൻ ഒരു കൊണ്ണി ഏരിയയിൽ ചോദിച്ചു. അപ്പം എനിക്ക് ആ ഒരു സംസാരമേ വരുള്ളൂ. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് പേര് കമൻറ്റ് ഇത് സംസാരിച്ചത് ഏത് ഭാഷ എന്നൊക്കെ ഉള്ള കമൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ടായിരുന്നു. ട്രിവാൻഡ്രം ലാംഗ്വേജ് നാണക്കേടില്ല, അതായത് ഒരുപാട് പേർക്ക് നാണക്കേടായിരുന്നു ട്രിവാൻഡ്രം ലാംഗ്വേജ് എന്നുള്ള സംസാരിക്കാൻ വേണ്ടിയിട്ട് തന്നെ, അല്ലെങ്കിൽ അവരുടെ സ്വന്തം ഭാഷ സംസാരിക്കാൻ. ഇപ്പോൾ കാസർഗോഡുള്ളവർക്ക്, പക്ഷെ ഇപ്പോൾ ഉള്ള ആൾക്കാരത് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിനൊരു മാറ്റത്തിന് കാരണമാവാന്നുള്ളത് വലിയ കാര്യമാണ്. കാരണം ഒരുപാട് ആൾക്കാർ ഞാൻ പറഞ്ഞു ആരും നൈറ്റ് ചെയ്യുന്ന തൊട്ട് വീഡിയോ ചെയ്യണം ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ആ ടൈമിലൊന്നും
പക്ഷെ ഞാൻ എന്ന് വെച്ചാൽ ആ സമയത്ത് ഞാൻ നൈറ്റി ഇട്ടുകൊണ്ടിരിക്കണം, കൂതറ നൈറ്റി ഒക്കെ ഇട്ടായിരിക്കും ഞാൻ ഗെറ്റ് റെഡി ഒക്കെ ചെയ്യണം. സ്റ്റിൽ നൗ ഞാൻ അതാണ്. കാരണം എനിക്ക് എന്താണോ, ഞാൻ എങ്ങനെയാണോ, എനിക്ക് അതേ കണക്ക് എന്നെ കണ്ടാൽ മതി. എനിക്കിങ്ങനെ ആഷ് പൂഷ് ഒരു മാസ്ക് ഇട്ട് എന്നെ കാണണ്ട, ആ മാസ്ക് മാറുമ്പോൾ ഇത് നീ അല്ലല്ലോ എന്ന് പറയാനും എനിക്ക് താല്പര്യമില്ല. അപ്പോൾ എന്താണോ എനിക്ക് അങ്ങനെ കണ്ടാൽ മതി. അങ്ങനെ നമ്മൾ തുടങ്ങി, നമ്മളെ വീഡിയോസൊക്കെ ഒരുപാട് പേരിലോട്ട് എത്തി. അങ്ങനെ എനിക്ക് ലൈക്ക് ഒരുപാട്, പിന്നെ അതിന് ശേഷം അങ്ങോട്ട് ഒരുപാട് സൈബർ ബുള്ളിങ് വന്നു, നെഗറ്റീവ് കമൻസ് വന്നു, സെക്ഷലൈസ് ചെയ്യുന്ന കമൻസ് വന്നു, അങ്ങനെ ഒരുപാട് കമൻസ് വന്നു. അപ്പം ഞാൻ ആദ്യമായിട്ട് ഞാനൊരു കാര്യം പറയണം. നിങ്ങളിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ നിൽക്കുന്ന ഒരാളാണ്. നമ്മളിപ്പോൾ പറയില്ലേ നിങ്ങൾക്ക് കാണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടിയാണെന്ന്, അങ്ങനത്തെ ഒരു തൊലിക്കട്ടി അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് വേണം, എങ്കിൽ മാത്രം നമുക്കിതിലോട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. എപ്പോഴും നമ്മളെ ഫോക്കസ് ചെയ്യുക, നമ്മളെ വർക്കിനെ ഫോക്കസ് ചെയ്യുക. ഒരു സൈഡിലുള്ള ഒരാൾക്കാർ നമ്മളെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കും, നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് ബുള്ളി, നമ്മളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കും. അത് നമ്മൾ ഒരിക്കലും മൈൻഡ് ചെയ്യാൻ പാടില്ല. അത് എനിക്കുള്ളൊരു നല്ല ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നത്. എനിക്ക് പണ്ട് മുതലുള്ളൊരു ക്യാരക്ടറാണ്. എന്നെ ആരെന്ത് പറഞ്ഞാലും ഞാൻ മൈൻഡ് ചെയ്യൂല. ഇങ്ങനെ അങ്ങ് ഇരിക്കും. ഒന്നുകിൽ ഞാൻ ശവം പോലെ ഇരിക്കും, അല്ലെങ്കിൽ ഞാൻ കേട്ട ഭാവം കാണിക്കുമല്ലോ, ഞാൻ മുമ്പോട്ട് നടന്നു പോകും. 2, എന്നെ എവിടെ ബാധിക്കുമെന്ന് വെച്ചാൽ, എന്നെ സ്നേഹിക്കുന്ന, എനിക്കറിയാമെന്നുള്ള, ഞാൻ സ്നേഹിക്കുന്ന ഒരാൾ എന്നെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത, ഞാൻ അയാൾ എന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത്രയും ഞാൻ പറയും, ഞാൻ അങ്ങനെയല്ല, ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത്, നിങ്ങൾ എന്നെ ഒന്ന് മനസ്സിലാക്കും. കാരണം ഞാൻ അത്രയും എക്സ്പ്ലെയിൻ ചെയ്യും. ഞാൻ നമ്മളിങ്ങനെ പറയൂലേ, കീറി കാണിക്കുന്നു, അങ്ങനെ ഞാൻ മാക്സിമം എഫേർട്ട് ഇട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് നോക്കും. പക്ഷേ നിങ്ങൾ അത് ശ്രദ്ധിക്കാൻ, ഡിസേർവ് ചെയ്യണടുത്ത് മാത്രം കീറിയൊക്കെ കാണിക്കുക. അല്ലാത്തടത്തെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, നമ്മളെ മനസ്സിലാക്കുന്ന ആൾക്കാരാണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മളെ മനസ്സിലാക്കുക, നമ്മളവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. എടി അങ്ങനെയുണ്ട് എടാ, അല്ലെങ്കിൽ അങ്ങനെയാണ്, പ്ലീസ് 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 എന്ന് പറഞ്ഞാൽ നമ്മൾ കെഞ്ചേണ്ട ആവശ്യം വരില്ല. നമ്മളെ മനസ്സിലാവുന്നുണ്ടോ, പിന്നെ നമ്മൾ ലൈക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം. അതൊരു ഭയങ്കര ഭാഗ്യമാണ്. ഇന്ന് എൻ്റെ ഈ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ ദൈവത്തിനോട് നന്ദി പറയുന്ന, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്, എനിക്കിന്ന് എൻ്റെ അമ്മയുടെ അടുത്തോ, അനിയത്തിയുടെ അടുത്തോ, എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തോ, എൻ്റെ അമ്മായിയമ്മയുടെ അടുത്തോ ഒരിക്കലും അവരടുത്ത് എനിക്കൊന്നും എക്സ്പ്ലെയിൻ ചെയ്യണം. അയ്യോ അത് അങ്ങനെയാണ്, അയ്യോ ഇതിങ്ങനെയാണ്, ഞാൻ ലേറ്റായിട്ട് വന്നത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പോകുന്നതെന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഓവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതൊരു ബുദ്ധിമുട്ടാണ് ഗൈസ്. നമ്മളെ മനസ്സിലാക്കുന്ന ആൾക്കാർ കൂടുകയാണെങ്കിൽ അത് വലിയ സന്തോഷമാണ്. നെഗറ്റീവ് കമൻറ്റ്സ് വന്ന സമയത്ത് ഞാൻ ഒരുപാട് എന്നെ ആൾക്കാർ എന്നെ ചീത്ത വിളിക്കുന്നു, എന്നെ സെക്ഷലൈസ് ചെയ്യുന്നുള്ള കമൻറ്റ് ഇടുന്നു. ആ സമയത്താണ് എൻ്റെ അടുത്ത് യൂറിൻ ചോദിച്ചിട്ടുള്ള കമൻറ്റ് വരുന്നതും അങ്ങനെ ഒരുപാട്. അതിന് ഞാൻ റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ടു. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ടു. എനിക്കറിയാമെന്നുള്ള ഒരാൾ, എൻ്റെ ഫ്രണ്ടെന്ന് പോലും എനിക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇപ്പം ആ വ്യക്തി എൻ്റെ വീഡിയോയിലില്ല. ആ പുള്ളിയുടെ ഒരു റിലേറ്റീവ്, അങ്കിളോ കൊച്ചേട്ടനോ കൊച്ചച്ചനോ അങ്ങനെ ആരോ സംതിങ് ഒരു പേഴ്സൺ പറഞ്ഞു, ആ കുട്ടിയുടെ വീഡിയോസ് ഒന്നും കാണാൻ കൊള്ളൂല. എൻ്റെ വീഡിയോസ് ഒന്നും കാണാൻ കൊള്ളൂല. ആ കുട്ടി റീസെൻ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ കുട്ടിയുടെ അടുത്ത് ആരോ അബ്യൂസീവായിട്ട് കമൻറ്റ് ചെയ്ത്, എനിക്കൊരു മോളാണ്, ആ മോളൊക്കെ ഇത് കണ്ട ആ മോളൊക്കെ ചീത്തയായി പോകുന്നു. ആ വീഡിയോ നിങ്ങളെടുത്ത് നോക്കുക. ഞാൻ ഒരു വൃത്തിയായിട്ട ഭാഷയിൽ സംസാരിച്ചിട്ടില്ല. എൻ്റെ അടുത്ത് ചോദിച്ചു, ഗംഗയുടെ മൂത്രം തരുമോ കുടിക്കാൻ. ഇത് ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇതിന് തിരിച്ച് റിപ്ലൈ കൊടുത്ത ഞാനാണോ തെറ്റുകാരി? എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ച അയാളാണോ തെറ്റുകാരൻ? ജിതേഷോ അങ്ങനെ എന്തോ ആണ് എനിക്ക് അന്ന് വന്ന കമൻറ്റിൻ്റെ പേര്. അമ്മ ഒരു അബ്യൂസീവ് കമൻസ്. എപ്പോഴും ഇയാൾ തന്നെ എപ്പോഴും എൻ്റെ അടുത്ത് അങ്ങനെ ചോദിക്കുക, നമ്മുടെ അണ്ടർവെയർ കൊടുക്കുകയും ചോദിക്കുക, അങ്ങനെ പല ടൈപ്പ് ഓഫ് കമൻസ്. അന്ന് ആ പുള്ളിക്കാരൻ എല്ലാ പബ്ലിക്കായിട്ട് പറഞ്ഞ് എൻ്റെ വീഡിയോ കാണരുത്, കാരണം പുള്ളിക്കാരി ഇടുന്ന വീഡിയോസ് വീട്ടിലെ മക്കളെ കാണിക്കാൻ കൊള്ളില്ല. പക്ഷേ എനിക്ക് അതേസമയം എനിക്കൊരു കമൻറ്റ് വന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും, ഞാൻ ഇതെൻ്റെ മോളെ കാണിച്ചു, കാരണം ഇങ്ങനെ ആയിരിക്കണം, നിന്റെ ഒരാൾ വന്ന് ചീത്ത പറയണമെങ്കിൽ, നിന്നെ ഒരാൾ മോശമായിട്ട് പറയണമെങ്കിൽ നിനക്കത് തിരിച്ച് പറയാൻ, നോ എന്ന് പറയാൻ നിനക്ക് പറ്റണം. ഇപ്പോഴും പല ആൾക്കാരും അത് നോ എന്ന് പറയാൻ അവർക്ക് പറ്റില്ല. പക്ഷേ നോ എന്ന് പറയാൻ നമ്മുടെ ആണോ പെണ്ണോ ഏത് മക്കളായിക്കോട്ടെ അവരെ നമ്മൾ നോ എന്ന് പറയാൻ പഠിപ്പിച്ചിരിക്കണം. എസ് ഒരാളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ വഴിഞ്ഞു കൊടുക്കുകയല്ല ചെയ്യാനുള്ളത്. നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യം, നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യത്തിന് നോ എന്ന് പറയാൻ നമ്മൾ പഠിച്ചിരിക്കണം. അന്ന് ആ വീഡിയോയിൽ ഞാൻ അതൊക്കെയാണ് പറയുന്നത്. സോ അങ്ങനെ എനിക്ക് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ്, ഇങ്ങനത്തെ ചീത്തവിളി അങ്ങനെയൊക്കെ കുറേ വരും. പിന്നെ നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ നമുക്ക് വരുന്നൊരു ഒരുപാട് റൂമേഴ്സ് വരും. നമ്മുടെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് മറ്റാൾക്കാർ പറയാം. കാരണം ഇത് ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ വിചാരിക്കുന്നത് നെടുമങ്ങാടുള്ള, ട്രിവാൻഡ്രത്തുള്ള, കൊല്ലത്തുള്ള, എവിടെ ആയിക്കോട്ടെ എല്ലാ ജില്ലയിലുള്ള ആൾക്കാർ എല്ലാവരും ഞാൻ എന്താണോ നേരിട്ട് കാണുമ്പോൾ ഹായ് എടി ഗംഗ സുഖം തന്നെ, നിനക്ക് എന്തൊക്കെ സൂപ്പർ മോളെ എന്നൊക്കെ വിളിച്ച് ആൾക്കാരിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഞാൻ വിചാരിക്കണം അവർക്കൊക്കെ എൻ്റെ അടുത്ത് നല്ലതാണ്. പക്ഷേ ഒരു ആൾക്കാർ നമ്മളങ്ങോട്ട് മാറുമ്പം നമ്മളെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞു എന്നറിയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. എൻ്റെ മെൻ്റൽ ഹെൽത്തിന് അത് ഭയങ്കരമായിട്ട് ബാധിച്ചു. എനിക്ക് നെഗറ്റീവ് കമൻറ്റ് തന്നെ ബാധിച്ചില്ല, പക്ഷേ ഞാൻ വിശ്വസിച്ചിട്ട്
ആൾക്കാർ എന്നെക്കുറിച്ച് ഞാൻ തിരിഞ്ഞപ്പോൾ എന്നെ ഇങ്ങനെ പറഞ്ഞു എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഹേർട്ടായി. അപ്പം മുതൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, എനിക്ക് ഉള്ളൊരു പോസിറ്റീവാണ് നെഗറ്റീവ് വെച്ചാൽ ഞാൻ വിശ്വസിക്കുന്ന പോസിറ്റീവായിട്ടാണ്. കാരണം എനിക്കൊരു ബാഡ് ആയിട്ടുള്ളൊരു വൈബ് കിട്ടി, എനിക്കിത് ഓക്കെ എല്ലാം തോന്നി, ഞാൻ അത് പാടെ കട്ട് ചെയ്തിട്ട് ഞാൻ പിന്നെ മൈൻഡ് ചെയ്യൂല. എൻ്റെ നേരെ അവർ നടന്നു വന്നാൽ എനിക്ക് അവർ പരിചയമില്ലാത്ത ആൾക്കാരാണ്, അങ്ങനെ ഞാൻ നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ കാരണം ഞാൻ അവരുടെ എൻ്റെ ഒരു നല്ല എനർജി അവരുടെ കളയാനോ എൻ്റെ ഒരു നല്ലൊരു മൊമെൻറ്റോ ഒരു നല്ല പോസിറ്റീവ് വൈബോ ഒന്നും അവിടെ കളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഇങ്ങനെ നടന്നു വന്നാൽ ഞാനിങ്ങനെ മുഖത്ത് നോക്കാതെ സ്ട്രേഞ്ചർ ഒരാൾ, നമുക്ക് പരിചയമില്ലാത്ത ഒരാൾ നമ്മളുടെ അടുത്തോട്ട് നടന്നു വന്ന് നമ്മൾ എങ്ങനെ നിൽക്കും അങ്ങനെ ഞാൻ നിൽക്കുള്ളൂ. എൻ്റെ ക്യാരക്ടർ അതാണ് ഗൈസ്. അപ്പം ഞാൻ അങ്ങനെയാണ് ഉള്ളത്. അപ്പം അതുകൊണ്ട് കൈൻഡ് ഓഫ് അതാണ് എന്നെ കൂടുതലായിട്ട് എന്നെ ബുദ്ധിമുട്ടിച്ചത്. അതായത് ഇങ്ങനെ ലൈക്ക് നമ്മൾ വിശ്വസിച്ച ആൾക്കാർ റൂമേഴ്സ് പറയുക, നമുക്കൊരു ബ്രേക്കപ്പ് നടക്കുമ്പോഴത്തേക്ക് ആ ബ്രേക്കപ്പ് എന്തോന്ന് UK ലണ്ടനിലൊക്കെ ഉള്ള പയ്യന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കണം, ആ പയ്യന് വേണ്ടിയിട്ടാണ് ബ്രേക്കപ്പ് ആയത്. അപ്പോൾ എനിക്കിതൊക്കെ കേട്ടപ്പോൾ ഞാൻ ലിറ്ററലി ഡ്രൈൻഡ്, എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഞാൻ എന്ത് നന്നായിട്ട് അവരുടെ അടുത്ത് നിന്നു, അവരും എൻ്റെ അടുത്ത് എന്ത് നന്നായിട്ട് നിന്നു, പക്ഷെ ഞാൻ അപ്പുറത്തോട്ട് മാറിയപ്പോൾ അവരെന്തിനും അങ്ങനെ പറഞ്ഞു എന്നൊക്കെ ഉള്ളത്. അത് എൻ്റെ ഒരു 23-24 വയസ്സിലുണ്ടാണ്. ഇപ്പം ആ സമയത്ത് എനിക്കൊരു പ്രശ്നമായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല, മൈൻഡ് ചെയ്യില്ല ഞാൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ആ ടൈമിൽ എന്നെ ഏറ്റവും കൂടുതൽ മെൻ്റലി എന്നെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, എല്ലാവരും സോഷ്യൽ മീഡിയ എന്നല്ല ഗൈസ്, എല്ലാവരും ഇപ്പം നിങ്ങൾക്ക് ഒരു നല്ല ഫ്രണ്ട് ഉണ്ടായിരിക്കാം, മേ ബി ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ആയിരിക്കാം, നിങ്ങൾ നല്ലൊരു സംസാരിക്കും, കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് മാറിപ്പോയി നിങ്ങൾ പിറകിൽ നിന്ന് കുത്തുന്നത് അതൊരു ഫ്രണ്ട് അല്ല. ഫ്രണ്ട് എന്താണെന്ന് പോലും അർത്ഥം അറിഞ്ഞൂടാത്ത ആൾക്കാരാണ് അവർ. എനിക്കിപ്പം ഞാൻ എൻ്റെ കല്യാണ സമയമൊക്കെ ആയപ്പോഴത്തേക്ക്, കല്യാണമായപ്പം ഓഫ് കോഴ്സ് ഞാൻ എൻ്റെ ഹസ്ബൻഡ് ലൈക്ക് സെക്കൻഡ് മാരേജ് ആണ്. അപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ബുള്ളിങ് വന്നു, ഞാനാണ് അതിൻ്റെ റീസൺ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട്. കാരണം സെപ്പറേഷൻ ആയതിനു ശേഷമാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ലൈക്ക് എൻ്റെ അന്ന് ആ ടൈമിലുള്ള ആ പുള്ളിയെ ഞാൻ കാണുന്നതൊക്കെ. അപ്പോൾ എനിക്ക് ഒരുപാട് ഇങ്ങനെ കൈൻഡ് ഓഫ് ബുള്ളീസ് ഒക്കെ ഞാൻ എനിക്ക് ആ സമയത്ത് ഐ ഹാവ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ആ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രേക്കപ്പിൻ്റെ ഒരു റീബൗണ്ട് എന്നാണ് എന്നെ പറയണം. അതായത് നമുക്ക് ഒരാളത്ത് ഭയങ്കരമായിട്ട് സ്നേഹം, നമ്മൾ ബ്രേക്കപ്പ് ആയപ്പോൾ ഈ സ്നേഹം നമ്മൾ ആർക്കെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുപോയി ചൊരിയൂലേ, അങ്ങനെ ഒരു ചൊരിച്ചിൽ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് കൈൻഡ് ഓഫ് റിലേഷനൊക്കെ ഉണ്ടായി. ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോകുന്നേ ഉള്ളൂ. അതൊരു വലിയ 8ൻ്റെ പണിയായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ. അപ്പോൾ ആ ടൈമിൽ എനിക്ക് ഒരുപാട് ബുള്ളിങ്, ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ്, ഡിവോഴ്സിന് കാരണം അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പോൾ അന്ന് ആ ടൈമിൽ ഞാൻ എപ്പോഴും മൈൻഡിൽ ഒരു കാര്യം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, നീ എന്താണെന്ന് നിനക്കറിയാം, അതേപോലെ നീ എന്താണെന്ന് നിൻ്റെ അമ്മയ്ക്കറിയാം, നീ എന്താണെന്ന് നീ പ്രാർത്ഥിക്കുന്ന ഒരു കൈൻഡ് ഓഫ് സോൾസ് അല്ലെങ്കിൽ ദൈവത്തിന്, അതെന്തോ വേണം വിളിക്കാം, ദൈവം എന്ന് വിളിക്കാം, എന്തോ ഒരു പോസിറ്റീവ് എന്തോ ആയിക്കോട്ടെ, ഞാൻ വിശ്വസിക്കുന്ന ഒരു കൈൻഡ് ഓഫ് എനർജി അല്ലെങ്കിൽ ഒരു സോൾസിന് അറിയാം എന്താണെന്നുള്ളത്. അപ്പം പിന്നെ നീ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നീ ബോധിപ്പിക്കേണ്ടല്ല, നീ പറയേണ്ട കുറച്ച് ആൾക്കാരുണ്ട്, അത് നിന്നെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ അന്ന് ആ വീഡിയോസും അങ്ങനെ ജസ്റ്റ് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാതിരിക്കാം ഗൈസ്, അങ്ങനെയല്ല. പക്ഷെ എനിക്ക് അതിൽ ഒരുപാട് സന്തോഷം, ഞാൻ ഒരുപാട് കമൻറ്റ്സ് ഉണ്ട്, ഗംഗ അങ്ങനെയല്ല. അവിടെ ആ കിട്ടുന്ന എൻ്റെ ഒരു എനർജി ഉണ്ടല്ലോ, അതൊരു പറയാതിരിക്കാൻ പറ്റുള്ളൂ. അത് ഭയങ്കര വലിയ എനർജിയാണ്. കാരണം ഞാൻ ഇത്രയും നാൾ ഞാൻ നിങ്ങൾ ആരെയും കണ്ടില്ല, കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഓഫ് കോഴ്സ് നമ്മുടെ ഈ 15 ലക്ഷത്തിൽ ഞാൻ ഒരിക്കലും എല്ലാവരെയും കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ ഓഫ് കോഴ്സ് എനിക്ക് 15 ലക്ഷം ആൾക്കാരെ കാണാൻ പറ്റൂലെങ്കിലും ഒരുവിധം ഒരാൾക്കാരെ കാണാൻ പറ്റുന്ന ആ സ്കൂൾ നമ്മൾ അങ്ങനെ ഒരു പരിപാടി ഒപ്പിക്കും. പക്ഷേ എനിക്ക് ഇത്രയും ആൾക്കാരെ കാണാൻ പറ്റാതെ തന്നെ ഒരു കൈൻഡ് ഓഫ് ആൾക്കാർ എന്നെ സ്നേഹിക്കുന്നു. അതെന്ത് വലിയ സന്തോഷമുള്ള കാര്യം എന്നറിയോ. ഇപ്പം കുറച്ച് ആൾക്കാർ നമ്മളെ വെറുക്കുന്നുണ്ടായിരിക്കും, പക്ഷെ കുഴപ്പമില്ല. ചിലപ്പോൾ നമുക്കൊരു കൈൻഡ് ഓഫ് നമ്മൾ എന്താണെന്നോ നമ്മൾ എന്ത് ടൈപ്പാണെന്നോ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം എന്താണെന്നോ ഒന്നും അറിയണം, അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ ആൾക്കാർ നമ്മളെ വെറുത്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ ചില ആൾക്കാർ പറയാനായിട്ടില്ലേ, എനിക്ക് കണ്ടപ്പോഴേ എനിക്ക് ആ കുട്ടി ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് വേറെ പേഴ്സണൽ പ്രശ്നം വെച്ചാൽ കണ്ട ഉടനെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മേ ബി ചില ആൾക്കാർ അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ നമുക്ക് വന്ന് കമൻറ്റ് ബോക്സിൽ ചീത്ത വിളിക്കാറുണ്ട്. അങ്ങനെ പല കൈൻഡ് ഓഫ് ആൾക്കാർ ഉള്ള ഒരു സൊസൈറ്റിയാണ് എന്നുള്ളത് ഈ സോഷ്യൽ മീഡിയ വഴി എനിക്ക് മനസ്സിലായി. പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് എത്ര നെഗറ്റീവ് കമൻറ്റ് വന്നാലും നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ആ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് മുമ്പോട്ട് പോവുക, നമ്മളെപ്പോഴും നമ്മളെ ഫോക്കസ് ചെയ്യുക, മറ്റുള്ളവർക്ക് എന്തൊക്കെ നല്ല ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. ലൈക്ക് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക, ഗ്രേറ്റ്ഫുൾ ആവുക. ചെറിയ കുഞ്ഞു കാര്യത്തിന് നമ്മളെ ലൈഫിലുണ്ടാകുന്ന കുഞ്ഞു കാര്യങ്ങൾക്ക് വരെ ഗ്രേറ്റ്ഫുൾ ആവുക. അതായത് ഒരാൾ സ്വപ്നം കാണുന്ന ജീവിതമായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയണമെങ്കിൽ, ഞാൻ കുഞ്ഞിലെ ഒരു സ്വപ്നം കണ്ടുവരുന്നതാണ് സമാധാനമായിട്ടൊരു വീട്ടിൽ ജീവിക്കണം എന്നുള്ളത്. ഒരുപാട് ആൾക്കാർ സമാധാനമായിട്ടുള്ള വീട്ടിൽ ജീവിക്കുന്നുണ്ടായിരിക്കും. ആ സമാധാനമുള്ള വീട്ടിലുള്ള ആൾക്കാരുടെ ആഗ്രഹമായിരിക്കും എങ്ങനെയെങ്കിലും ഒരു വലിയ വീട്ടിൽ ജീവിക്കണം, അല്ലെങ്കിൽ അങ്ങനെ വേണം ഇങ്ങനെ വേണം.
അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ലെവൽ ഓഫ് ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിൽ ഗ്രേറ്റ്ഫുൾ ആവുക, നമ്മളെ ജീവിതത്തിലുള്ള ഓരോ വ്യക്തികളടുത്തും ഗ്രേറ്റ്ഫുൾ ആവുക, ഓരോ മൊമെൻറ്റിനും ഗ്രേറ്റ്ഫുൾ ആവുക. അങ്ങനെ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആകുമ്പോൾ നമ്മുടെ ലൈഫ് എന്തുമാത്രം മാറും എന്നറിയൂ. നമുക്ക് പരാതികളില്ലാതാവും, നമുക്ക് മറ്റുള്ള ഒരാളുടെ ജീവിതം കണ്ടിട്ട് കുശുമ്പോ അസൂയോ ഒന്നും തോന്നാതാവും. നമ്മൾ മറ്റുള്ളവരുടെ ജീവിതം അവരവിടെ ജീവിക്കുക, നമ്മൾ നമ്മുടെ ജീവൻ ജീവിക്കുക എന്നുള്ളൊരു കൈൻഡ് ഓഫ് ഐഡിയ നമുക്കുണ്ടാവും. നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യത്തിന് സന്തോഷിക്കാൻ തോന്നും, നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നമുക്ക് കണ്ണുനീര് വരും. മീൻസ് നമുക്ക് ഗ്രേറ്റ്ഫുൾ ആവുക, അതൊക്കെ ഭയങ്കര വലിയ കാര്യമാണ് ഗൈസ്. ഇനി അടുത്ത പറയാനുള്ള ഒരു കാര്യമാണ് ബ്രാൻഡ് കൊളാബറേഷൻസ് ആൻഡ് പെയ്ഡ് പ്രൊമോഷൻസ്. എങ്ങനെയാണ് നമ്മൾ ഒരു ബ്രാൻഡിനെ അപ്രോച്ച് ചെയ്യുക? നിങ്ങൾക്കറിയാം, ഞാൻ തുടങ്ങിയ സമയം മുതൽ എനിക്കങ്ങനെ പ്രൊമോഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് വരുന്ന ഒരു പൈസ, എനിക്കൊരു 15,000 രൂപ എന്നാൽ 5,000 രൂപയ്ക്ക് സാധനം വാങ്ങുകയാണ് ചെയ്യുന്നത്. കാരണം എങ്കിലും എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സാധനമുള്ളൂ. ആദ്യമൊക്കെ ഞാൻ DIY ആണ് ചെയ്തുകൊണ്ടിരുന്നത്, കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് അലോവേറ ജെല്ല് വേണം, കുറേ സാധനങ്ങൾ വേണം. അപ്പോൾ ആ ടൈമിൽ ഞാൻ ഓഫ്കോഴ്സ് എൻ്റെ ഇൻകത്തിൽ നിന്നാണ് ഞാൻ സാധനം വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എന്ന് വെച്ചാൽ ഇപ്പോൾ ആൾക്കാർ അങ്ങനെ DIYs ചെയ്യുന്നില്ല. നിങ്ങൾ DIYs ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ പറയണേ, കാരണം നമുക്ക് ഇനി അങ്ങനത്തെ വീഡിയോസ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ DIYs പിന്നെ സമയമില്ലാതായ ആൾക്കാർക്ക്, ഓഫ്കോഴ്സ് എനിക്കും പിന്നെ അങ്ങോട്ട് ഞാൻ കുറച്ച് തിരക്കൊക്കെ ആയപ്പോഴത്തേക്കും, ഞാൻ പിന്നെ മേക്കപ്പ് അടിക്കുമ്പോൾ അങ്ങനെ ഇങ്ങനെ കുറേ പരിപാടി ആയപ്പോഴത്തേക്കും എനിക്ക് DIY ചെയ്യാൻ ഡെയിലി ടൈമില്ല. മറ്റേ ഞാൻ വീട്ടിൽ ഇരുന്നപ്പോഴത്തേക്ക് കോവിഡ് ടൈമിലാണ് DIY ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്, അല്ലാതെ ശനി ഞായറും അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്ക് DIY ചെയ്യാൻ ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു അതാണ് ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നില്ല ഞാൻ നിങ്ങളിലോട്ട് ചെയ്യുന്നില്ല. മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അങ്ങനെ ഞാൻ ഓരോ ബ്രാൻഡ്സിനും അങ്ങോട്ട് മെയിൽ അയക്കാൻ തുടങ്ങി. ഞാൻ ഇങ്ങനെ ഒരാളാണ്, എനിക്ക് ഇത്ര ഫോളോവേഴ്സ് ഉണ്ട്, എനിക്ക് ഇത്ര യൂട്യൂബിൽ ഇത്ര ഉണ്ട്, എനിക്ക് കുറച്ച് പ്രോഡക്ട്സുകൾ അയച്ചു തരാം. അന്ന് ഈ PR ബോക്സോ എനിക്കൊന്നും അറിഞ്ഞുകൂടാ. എനിക്ക് മീനാക്ഷിയാണ്, അന്ന് എനിക്ക് അന്ന സമയത്ത് എനിക്കൊരു മെയിൽ അയക്കാനും ഇംഗ്ലീഷ് ഇത്രയും ടൈപ്പ് ചെയ്യാനോ ഒന്നും അറിഞ്ഞുകൂടാ. എനിക്കൊന്ന് അയച്ചു തരൂ, എനിക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഹെൽപ്പായിരിക്കും എന്ന്. അപ്പം ആരും വന്നില്ല എന്നുള്ളതാണ് സത്യം. തുടക്കത്തിലൊന്നും ആരും വന്നില്ല. പക്ഷെ കാലക്രമേണ എനിക്ക് പയ്യെ ഓരോ ബ്രാൻഡ്സിൽ നിന്നും പ്രോഡക്ട്സുകൾ മന്ത്ലി അയക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇപ്പോഴും സ്റ്റിൽ നൗ ഞാൻ എല്ലാ ബ്രാൻഡ്സിനും അയക്കുന്നു എന്നതാണ് സത്യം. അതാണ് ആ വേർഡ് എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കും. ഞാൻ ഇപ്പോഴും ഓരോ ബ്രാൻഡ്സിനും അവരുടെ PR ബോക്സ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രോഡക്ട്സുകൾ അയച്ചെന്ന് എനിക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അയക്കുന്നുണ്ട്. ഇനി എന്താണ് ബ്രാൻഡ് പ്രൊമോഷൻസ് അല്ലെങ്കിൽ പെയ്ഡ് പ്രൊമോഷൻസ്? ഞാനൊരു മീഡിയേറ്ററാണെന്ന് നിങ്ങൾ വിചാരിച്ചാൽ, ഒരു ബ്രാൻഡ് അവരുടെ പ്രോഡക്ട്സ് എനിക്ക് തന്നിട്ട് എൻ്റെ ഫാമിലിയിലോട്ട് ഇതിൻ്റെ റിവ്യൂ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ജോബ് എന്ന് പറയുന്നത്. ചില സമയത്ത് നമുക്കിതിന് പേയ്മെൻറ്റ് കിട്ടും, ചില സമയത്ത് ഒന്നും കിട്ടില്ല. ഓക്കെ, നമുക്ക് പ്രോഡക്ട്സ് മാത്രമായിരിക്കും കിട്ടുന്നത്. എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. ഇപ്പം എൻ്റെ ഇവിടെ ഒരാളുണ്ടെന്ന് വെച്ചാൽ, പേര് അക്ഷിത, എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. അക്ഷിത എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഈ പുള്ളിക്കാരിയുടെ ഒരു ജ്വല്ലറി ബ്രാൻഡ് അല്ലെങ്കിൽ ഡ്രസ്സ് എന്ന് വയ്ക്കുക, തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഒരു 100 ഫോളോവേഴ്സൊക്കെ അല്ലെ ഇതൊക്കെ ഉള്ളൂ. അപ്പം മറ്റുള്ള ആൾക്കാരിലോട്ട് എത്തിക്കണം. ആ ആളിലോട്ട് എത്തിക്കണമെങ്കിൽ ഞാനോ എന്നെ പോലുള്ള ആൾക്കാരോ ത്രൂ ഇങ്ങനെ ഒരു പേജ് ഉണ്ട്, ഇതിനകത്ത് നല്ല നല്ല സാധനങ്ങളുണ്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം എന്നുള്ള കാര്യം ഞാൻ മറ്റുള്ളവരിലോട്ട് എത്തിക്കുക. അതാണ് എൻ്റെ മെയിൻ സാധനം എന്ന് പറയുന്നത്. അതിനാണ് എക്സാമ്പിൾ നമ്മൾ ഏത് ആക്ട്രസ്, സാമന്ത ആയിക്കോട്ടെ, അനിരുദ്ധ് ആയിക്കോട്ടെ, അനിരുദ്ധ് ഇപ്പം ലൈക്ക് ഡീകൺസ്ട്രക്ട്, 7up, പിന്നെ രശ്മിക 7up ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഇപ്പം ഐസ്ക്രീംസിൻ്റെ ജ്വല്ലറി ആർട്സ് ഒക്കെ അതൊക്കെ ഇപ്പം അതിൻ്റെ ഓണർ വന്ന് പറയുന്നതും ആക്ട്രസ് വന്ന് പറയുന്നതുകൂടെ തമ്മിൽ രണ്ട് ഡിഫറൻസ് ഉണ്ട്. അപ്പം അതേപോലെയാണ്. അപ്പം നമ്മൾ ലൈക്ക് നമ്മുടെ ജോബ് ഇതാണ്. ഞാൻ ഇപ്പോഴും പറഞ്ഞു, നമ്മളിത് ജോബായിട്ട് കാണാത്ത ആൾക്കാരുണ്ട്, അവരുടെ അടുത്ത് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എൻ്റെ ജോബ്, ഞാനിത് ജോബായിട്ട് കാണുന്നുണ്ട്. അപ്പം ഞാൻ ത്രൂ മറ്റുള്ളവർക്ക് ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ ഇതിൽ എന്തൊക്കെ എടുക്കുന്നു എന്നുള്ളത് അത് എന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, എനിക്ക് ഈ കഴിഞ്ഞ കാലത്തിൽ ഇഷ്ടംപോലെ പ്രൊമോഷൻസ് വന്നതിൽ എനിക്ക് ഗെയിമിങ് വന്നിട്ടുണ്ട്, എനിക്ക് ഡേറ്റിംഗ് ആപ്പ് വന്നിട്ടുണ്ട്, ആസ്ട്രോടോക്ക് വന്നിട്ടുണ്ട്, പല കൈൻഡ്സ് ഓഫ് ലോക്കൽ ബ്രാൻഡ്സുകൾ വന്നിട്ടുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിതൊന്നും ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ ഗെയിമിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ഇന്നേ വരെ നിങ്ങൾ എൻ്റെ ചാനൽ എടുത്ത് നോക്കിയാൽ ഞാൻ ഗെയിമിങ് ചെയ്തിട്ടില്ല. ഞാൻ ഈ ആസ്ട്രോടോക്ക് ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. ആസ്ട്രോടോക്കിൽ ഞാൻ ചെയ്യുന്നില്ല. പിന്നെ ഞാൻ ഡേറ്റിംഗ് ആപ്പ്, ഞാൻ അങ്ങനത്തെ ഒരു സാധനം പ്രൊമോട്ട് ചെയ്യില്ല. അവർ പറയും എത്ര വേണോ തരാമെന്ന് പറയും. പക്ഷെ എനിക്കതിൽ എത്ര വേണോ എന്നുള്ളത് എനിക്കത് താല്പര്യമില്ല. എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളത്
ഫാഷൻ ബ്യൂട്ടി ബ്രാൻഡ്സ്. അതിൽ കൂടുതൽ എനിക്ക് ലൈഫ് സ്റ്റൈൽ ബ്രാൻഡ്സും എനിക്ക് ഇഷ്ടമാണ്. അതിൽ കൂടുതൽ എനിക്കല്ലാതെ എനിക്ക് വേറെ ആപ്ലിക്കേഷൻസോ ഗെയിംസോ ഒന്നും പ്രൊമോട്ട് ചെയ്തിട്ടില്ല. കാരണം എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളത് എനിക്കുണ്ട്. ഡേറ്റിംഗ് ആപ്പിന് ഇന്നേ ഒരു ഡേറ്റിംഗ് ആപ്പിൽ കയറിയിട്ടില്ല. ആ ഡേറ്റിംഗ് ആപ്പിൽ കയറാത്ത ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്കൊരു ഡേറ്റിംഗ് ആപ്പ് ഷെയർ ചെയ്യുന്നത്? കാരണം ഞാൻ ഇന്നേ വരെ ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടില്ല ആപ്പ് ത്രൂ. കോളേജ് പഠിച്ചപ്പോൾ പ്രേമിച്ചു, ഓഫ് കോഴ്സ് ഗൈസ്. അത് കല്യാണം വരെ എത്തി ടബേ ടബി എന്ന് പറഞ്ഞ് അങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് ആ സ്നേഹം ഇങ്ങോട്ടെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞു. അയ്യോ, ഞാൻ ചെന്നൊരു വലിയ പാമ്പ് കുഴിയിൽ പാമ്പാണെങ്കിലും പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ഒരു വലിയ കുഴിയിൽ ചാടി. അത് ഞാൻ തിരിച്ച് വന്ന് ഞാൻ ഒന്ന് വരാൻ പെട്ട പാടെ എനിക്കറിയാം. ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാനെടുത്ത് ഒന്ന് ഞാൻ ജസ്റ്റ് പറയണം, ആരും റീബൗണ്ടിന് പോകരുത്. ഇറ്റ്സ് എ ഹ്യൂജ് ട്രാപ്പ്. ഇതെൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് എനിക്ക് ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന്. ലൈക്ക് ഒരു ബ്രേക്കപ്പ് ആയ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പറയണം, ഒരു ബ്രേക്കപ്പ് ആയ ഹീൽ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് 3-4 റിലേഷൻഷിപ്പിലോട്ട് പോകാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഹീലിംഗ് എന്നുള്ളൊരു പരിപാടി കഴിഞ്ഞിട്ട് അടുത്തിലോട്ട് പോകാം. ഓക്കെ, ഞാൻ എൻ്റെ കല്യാണത്തിന് മുമ്പ് ഞാൻ ഹീലിങ്ങിന് പോയി, ഞാൻ തെറാപ്പിക്ക് പോയി. സ്റ്റിൽ നൗ ഞാനിപ്പോൾ തെറാപ്പിക്ക് പോകുന്നുണ്ട്. വീക്കിലി 3 സെക്ഷൻസ് ഞാൻ എടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് എൻ്റെ മെൻ്റൽ ഹെൽത്തിൻ്റെ വേണ്ടി പറഞ്ഞു. ഓക്കെ, അപ്പം ഒരുപാട് ആക്ട്രസ്സുകൾ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാലും നമ്മുടെ സൊസൈറ്റിയിലുള്ള ആൾക്കാർക്ക് നമ്മൾ പ്രൊമോഷൻ ചെയ്യണേ പ്രശ്നമാണ്. പക്ഷെ അതേസമയം അവരൊരു ലൈക്ക് ആക്ട്രസ്സുകൾ പ്രൊമോട്ട് ചെയ്യും. ഇപ്പം ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ആൾക്കാർ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. അപ്പം അത് ആക്ട്രസ്സുകൾ പ്രൊമോഷൻ ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് അതൊരു ഇഷ്യൂ ഇല്ല. ഇപ്പം ഞാൻ പറയണ്ട, ഐസ്ക്രീം അവർ പറയും ഡയറ്റിലില്ല, ഞാൻ ഐസ്ക്രീം എടുക്കാറില്ല, നമുക്ക് ഞങ്ങൾ കഴിക്കാറില്ല. പക്ഷേ നെക്സ്റ്റ് അവർ ഐസ്ക്രീമിൻ്റെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഓഫ് കോഴ്സ് എന്തുകൊണ്ട് അവരെ ചോദ്യം ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതുണ്ട്. പക്ഷെ അതേസമയം നമ്മൾ എന്നല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു കാറ്റഗറിയിലോട്ട് ആൾക്കാർ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്തുകൊണ്ട് പ്രൊമോഷൻ ചെയ്യുന്നു? പ്രൊമോഷൻ ചെയ്യുമ്പോൾ എന്തൊരു ഭയങ്കര ഭാവമായിട്ടാണ് കാണുന്നത്. ഇതൊരു കൈൻഡ് ഓഫ് ജോബാണ്. നമ്മുടെ ജോബിൻ്റെ ഒരു പാർട്ടാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. പൈസ വാങ്ങിച്ചുകൊണ്ട് പ്രൊമോഷൻ ചെയ്യുക, പൈസ വാങ്ങാതെയും പ്രൊമോഷൻ ചെയ്യുക, അത് നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ചിലർക്ക് പൈസയും തരൂല ബ്രാൻഡ്. ഞങ്ങൾ ഇത്രയും നല്ല പ്രോഡക്റ്റ് നിങ്ങൾക്ക് എന്തിനാ പൈസ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് എങ്കിൽ പ്രോഡക്റ്റ്, പൈസ ഇല്ലെങ്കിലും പ്രോഡക്റ്റ് എങ്കിലും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചെങ്കിലും ഇരിക്കും. പക്ഷെ അതേസമയം ഞാൻ എപ്പോഴും നിങ്ങളെൻ്റെ ഏത് പ്രോഡക്റ്റ്സ് എടുത്ത് നോക്കിയാലും ഞാൻ പ്രൊമോഷൻ ചെയ്യുമ്പോൾ ഞാൻ അത് എൻ്റെ ഫേസിലോ ഹെയറിലോ ബോഡിയിലോ യൂസ് ചെയ്യാതെ ഞാൻ തരൂല. അത് ഞാൻ എപ്പോഴും അത് നിങ്ങളൊരു ചുമ്മാ വന്നു ഞാൻ എൻ്റെ എപ്പോൾ വീഡിയോ നിങ്ങൾ നോക്കിയാലും എനിക്ക് നല്ല ആക്റ്റീവ് ആക്നെയുള്ള സമയം ഉണ്ടായിരുന്നു. നല്ല എപ്പോഴായാലും ഞാൻ സാലിസിലിക് ആസിഡ് ഞാൻ ട്രൈ ചെയ്തിട്ട് ഓരോ പ്രോഡക്റ്റ്സ് ഞാൻ ട്രൈ ചെയ്തിട്ടാണ് നിങ്ങളിലോട്ട് എത്തിക്കണം. ഞാൻ ഒരു ആപ്പ് ഇപ്പോൾ ട്രൈ ചെയ്യില്ല. ഞാൻ ഒരു 10-20ഓളം ബ്രാൻഡ്സിൻ്റെ പ്രോഡക്റ്റ്സുകൾ ഞാൻ തിരിച്ചയച്ചിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു എണ്ണ, എനിക്ക് വോവോ എന്തോ ഒരു ബ്രാൻഡ് വോവ് ഹെയർ എൻ്റെ ഒരു ബ്രാൻഡിൻ്റെ എനിക്ക് എണ്ണ അയച്ചിട്ട് എനിക്ക് ഭയങ്കര തലവേദന. എനിക്ക് തലവേദന ഒട്ടും പറ്റില്ല. കാരണം അവർക്ക് ഭയങ്കരമായിട്ട് എന്തോ കൂടുതലായിരുന്നു. അപ്പം ഞാൻ അവർക്ക് പറഞ്ഞു എനിക്ക് ഒട്ടും പറ്റില്ല, ഞാൻ ഷെയർ ചെയ്യാൻ എനിക്ക് എന്നത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഓഫ് കോഴ്സ് അവരെനിക്ക് വളരെ ഇതായിട്ട് ഇനി മേടിച്ചു നിങ്ങളുടെ ഇത് ഞങ്ങൾ ഇത് കൺസിഡർ ചെയ്യുന്നുണ്ട്, ബ്രാൻഡിന് അയച്ചു കൊടുത്തിട്ടുണ്ട്, നെക്സ്റ്റ് ടൈം അവരത് റീവർക്ക് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പം അത് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പം എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ ഞാൻ തിരിച്ചയക്കാറുണ്ട്, അല്ലെങ്കിൽ എനിക്ക് പറ്റൂല എന്ന് ഞാൻ ജെന്യൂനായിട്ട് പറഞ്ഞു. അപ്പം ഞാൻ ഏത് പ്രോഡക്റ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ബാക്കിയുള്ളവരുടെ റിവ്യൂസ് നോക്കുക, നിങ്ങൾക്ക് വേണമെന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാ പ്രോഡക്റ്റും എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഒരു കൈൻഡ് ഓഫ് ആൾക്കാർക്ക് പ്രൊമോഷൻ ചെയ്യുന്ന ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നമുക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷെ ഞാൻ ജെനുവിനായിട്ടാണ് പ്രൊമോഷൻ ചെയ്യുന്നത്. പിന്നെ ഇപ്പം നമ്മളൊരു പ്രോഡക്ട്സിൻ്റെ റിവ്യൂ ചെയ്താൽ ആൾക്കാർ വിചാരിക്കും അത് പ്രൊമോഷനാണെന്ന്. ഒരിക്കലുമല്ല. നമുക്ക് യൂട്യൂബിൽ പെയ്ഡ് പ്രൊമോഷൻ ടാഗില്ല അത് വീഡിയോ ചെയ്യാൻ പറ്റില്ല. അത് യൂട്യൂബ് പോളിസിക്ക് എതിരാണ്. അതായത് ഇപ്പം ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ അത് പേയ്മെൻറ്റ് വാങ്ങിച്ചിട്ടാണ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടാണ് ഞാൻ എൻ്റെ പ്രൊമോഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ അവിടെ പെയ്ഡ് പ്രൊമോഷൻ ടാഗ് കൊടുക്കണം. അതേസമയം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് ഞാൻ പ്രോഡക്ട്സ് ഇതിനെ റിവ്യൂ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഞാൻ അത് പെയ്ഡ് പ്രൊമോഷൻ ടാഗ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാനൊരു പൈസ വാങ്ങിച്ചിട്ടാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ പെയ്ഡ് പ്രൊമോഷൻ ടാഗാണ്. പക്ഷേ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുമ്പോഴും എപ്പോഴും ഞാൻ മൈൻഡിൽ വയ്ക്കാറുള്ളൊരു കാര്യമാണ്, നല്ല പ്രോഡക്റ്റ് ആയിരിക്കണം, നല്ല റിവ്യൂ ആയിരിക്കണം, ബ്രാൻഡിൻ്റെ ഫുള്ള് നോക്കി കണ്ടിട്ടാണ് ചെയ്യുന്നത്. ആൻഡ് ഒരുപാട് ബ്രാൻഡ് പ്രൊമോഷൻസ് ഒന്നും ഞാൻ ചെയ്യാറില്ല. മന്ത്ലി 1-2 ചിലപ്പോൾ 3-4 മാസം കൂടുമ്പോൾ 1-2 ഒക്കെ ചെയ്യാറുള്ളൂ. അത് കാരണം എനിക്ക് അത്രയും ടൈം എടുക്കും യൂസ് ചെയ്യാനും. ഇപ്പം മിക്കുള്ളതെന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സ് പ്രൊമോഷൻ ഭയങ്കര സന്തോഷമാണ്. കാരണം അത്രയും നല്ല പ്രോഡക്ട്സുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാന്നുള്ളത്. പിന്നെ ഇവിടെ തന്നെ ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് ആക്നെ ഉണ്ട്, നിങ്ങൾക്ക് PCOS ഉണ്ട്,
ഹോർമോൺ ഇഷ്യൂ, നിങ്ങളൊരു ഡോക്ടറിനെ കാണുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ 1-2 ആക്നെയാണ്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡ്രൈ ആണ് സ്കിന്ന്, നിങ്ങൾക്കൊരു ഹൈറലോണിക് ആസിഡ് ഒക്കെ യൂസ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. കാരണം ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ ഡോക്ടേഴ്സ് കണ്ടിട്ടുണ്ട്, അവർ നമ്മൾ യൂസ് ചെയ്യുന്ന ഡെർമാക്കോ ഡോട്ടാങ്കീരൊക്കെ പ്രോഡക്ട്സുകൾ നല്ലതാണെന്നും പറഞ്ഞ് അവർ പ്രൊമോഷൻ അല്ലാതെ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾ ബിഗിനേഴ്സിനെ പറ്റും. കാരണം ലൈക്ക് അവർ ചെയ്യുന്നുണ്ട്, അങ്ങനെ കോണ്ടന്റ്സ് അവർ ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഒരുപാട് പേർക്ക് അത് ഉപയോഗമുണ്ട്. അപ്പം ഞാൻ അതേസമയം ഞങ്ങൾക്ക് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഭയങ്കര മുടി കൊഴിച്ചാൽ നിങ്ങൾ നന്നായിട്ടൊരു ഡെർമറ്റോളജി പോകാൻ, നിങ്ങൾ നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ പോവുക. എപ്പോഴും അത് ശ്രദ്ധിക്കുക, നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോവുക. കാരണം എല്ലാവരും നല്ല ഡെർമറ്റോളജിസ്റ്റ് അല്ല. കാരണം എനിക്ക് പോയി പണി കിട്ടിയത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ പൈസ പോയി, എനിക്ക് അവർ കുറേ കഷായം അതും ഇതും തന്നു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. എൻ്റെ അടുത്ത് പറഞ്ഞ് ഗ്ലൂട്ടാത്തൈൻ എടുത്താൽ അത് കുരുവൊക്കെ മാറുമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് IBS ഉള്ളതുകൊണ്ടായിരുന്നു ഇഷ്യൂ. അപ്പം ഞാൻ പറഞ്ഞില്ല ഡോക്ടർ, ഞാൻ ഗ്ലൂട്ടാത്തൈൻ എടുക്കുന്നില്ല, കാരണം എനിക്കതൊരു പേടിയായിരുന്നു. എൻ്റെ ലെഫ്റ്റിലോ എൻ്റെ കിഡ്നിക്കോ ലിവറിനെ അത് ബാധിക്കും, എനിക്കതൊരു ബുദ്ധിമുട്ട്. അപ്പം ഞാനത് ഇല്ല എന്ന് പറഞ്ഞു. അപ്പം അതേസമയം ഞാൻ വേറൊരു ഡോക്ടറാണ് പറഞ്ഞു, IBSൻ്റെ ഇഷ്യൂ ആണ്, ഡയറ്റ് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്താൽ മതി, പ്രോബയോട്ടിക് ടാബ്ലറ്റ്സ് തന്നു, സെറ്റായി. ഇത്രയുള്ള പ്രശ്നമായിരുന്നു. അപ്പം അതേപോലെ നല്ലൊരു ഡെർമാറ്റിനെ കാണുക. കാരണം അവരൊരിക്കലും നമ്മുടെ പ്രൊഫഷൻ്റെ ഒരു ശത്രുവായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. നല്ല ഡെർമറ്റോളജിസ്റ്റ് ഓഫ് കോഴ്സ് ഉണ്ട്. കാരണം എനിക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ ഡെർമാറ്റ്സിനെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് ഡെർമാറ്റ്സുകൾ. ഇപ്പം എനിക്കിപ്പോൾ എൻ്റെ കല്യാണ സമയത്തായാലും എനിക്ക് മെലാസ്മ കൂടിയ സമയത്ത് എനിക്ക് ഹെറിഡിറ്ററി ആയിട്ടുള്ള, ഞാൻ ഇപ്പോഴും പറഞ്ഞു ഹെറിഡിറ്ററി ആയിട്ടുള്ള ഒന്നിനും ഞാൻ ഒരു സൊല്യൂഷൻ നിങ്ങൾക്കല്ല. എനിക്ക് ഹെറിഡിറ്ററി ആയിട്ട് ഹെയർ തിന്നിങ് ഉള്ളപ്പോൾ ഞാൻ GFC ആണ് എടുത്തത്. ഹെറിഡിറ്ററി ആയിട്ട് എനിക്ക് മെലാസ്മ ചെയ്തപ്പോൾ ഞാൻ പീലാണ് ചെയ്തത്. അപ്പം ഞാൻ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തോ അതൊക്കെ ഞാൻ വീഡിയോ ചെയ്തു. ഇതുവരെ ഞാൻ ഏതെങ്കിലും വീഡിയോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അതിൻ്റെ റിവ്യൂ പീരീഡിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചേക്കുന്നതാണ് ഞാൻ വീഡിയോ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രൊമോഷൻ ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറയുന്നത്, ഞാൻ ഇന്നേ വരെ ഞാൻ മലയാളികളുമായിട്ട് കൊളാബ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പം ബൊട്ടീക്ക് ആയിക്കോട്ടെ ജ്വല്ലറി ആയിക്കോട്ടെ ഞാൻ പൈസ വാങ്ങാറില്ല. കാരണം എനിക്കത് ഇൻട്രസ്റ്റ് ഇല്ല. എനിക്ക് അവരെൻ്റെ അടുത്ത് പറയും ഞങ്ങളുടെ സ്റ്റാർട്ടപ്പാണെന്ന് പറയുമ്പോൾ ഞാൻ വന്നൊരു വഴിയുണ്ട് ഗൈസ്, അല്ലെങ്കിൽ ഞാൻ വന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ ആ സ്ഥലം ഞാനൊന്ന് കണ്ടടച്ചാൽ എനിക്കത് എവിടെയാണെന്നും ഞാൻ ആ സ്ട്രഗിൾ ചെയ്തൊക്കെ എനിക്കറിയാം. അപ്പം ഞാൻ ഒരിക്കലും പൈസ ഇല്ല. നിങ്ങൾ ഏത് മലയാളി ആയിക്കോട്ടെ, ഞാൻ ജ്വല്ലറി ബ്രാൻഡ് ആയിക്കോട്ടെ, ഡ്രസ്സിൻ്റെ ആയിക്കോട്ടെ, ഏത് പ്രൊമോഷൻ ചെയ്യുമ്പോൾ ഞാൻ 1 രൂപ പോലും ഞാൻ വാങ്ങില്ല. കാരണം എനിക്കത് ഇഷ്ടമല്ല. ഒരു ഹെൽപ്പ് ആവണമെങ്കിൽ ആയിക്കോട്ടെ, അത്രേ ഉള്ളൂ. ഞാനതൊരു കൈൻഡ് ഓഫ് സർവീസ്, അല്ലെങ്കിൽ എനിക്കത് അവർക്കൊരു ഉപയോഗമാണെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ്, നമ്മളെ ഏറ്റവും കൂടുതൽ സന്തോഷമാക്കുന്ന സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമോ 1000 സബ്സ്ക്രൈബേഴ്സ്. എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ എനിക്ക് എന്ത് സന്തോഷം എന്നറിയുമോ. എനിക്കത് പറഞ്ഞു തരാൻ അറിഞ്ഞുകൂടാ. ഞാൻ ഇങ്ങനെ ഇതായിപ്പോയി. 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് അത് എനിക്കത് ഭയങ്കര ഒരു അച്ചീവ്മെൻ്റാണ്. എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ അത്രയും സബ്സ്ക്രൈബേഴ്സ് ഇന്നിപ്പോൾ 15 ലക്ഷം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതൊരു ചെറിയ സംഖ്യയല്ല. ഇത്രയും പേരെന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത് ഭയങ്കര വലിയ കാര്യമാണ് ഗൈസ്. എനിക്ക് അതിൽ ഓരോ ആൾക്കാരുടെ അടുത്ത് ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. സോ അതുകൊണ്ടാണ് ഗൈസ് ഓരോ തവണയും ഓരോ പ്രോഡക്ട്സ് ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ തരുന്നത്, അല്ലാതെ ഞാൻ ബാഡ് പ്രോഡക്ട്സ് ഷെയർ ചെയ്യാറില്ല. നെക്സ്റ്റ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് നന്ദി മാത്രമേ ഉള്ളല്ലേ എന്ന്. ഗൈസ് നന്ദി മാത്രമല്ല, എനിക്ക് ടൈം കാരണം ഞാൻ ഇപ്പം വീട് വച്ചതേ ഉള്ളൂ. എനിക്ക് കുറച്ച് ഇതൊക്കെ ഉണ്ട്, പക്ഷെ ഇതൊന്ന് കഴിഞ്ഞോട്ടെ. എനിക്ക് ടൈം ഉണ്ട്. ഒരു ടൈം കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്നും എന്നെ ആലോചിക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാവും. ഞാൻ പറയുന്നില്ല, ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് ഒരുപാട് ബ്രാൻഡ്സുമായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്ക് പ്ലമ്മുമായിട്ട് കൊളാബ് ചെയ്യണം, ലോറിയലുമായിട്ട് കൊളാബ് ചെയ്യണം, പർപ്പിൾ, നൈക്ക, ഇതൊക്കെ ഭയങ്കര ഇങ്ങനെ ആഗ്രഹങ്ങൾ എഴുതിയിട്ടിട്ടുണ്ട്. എനിക്ക് ഇന്ന ബ്രാൻഡ്സുമായിട്ട് കൊളാബ് ചെയ്യണം, ഡോട്ടാങ്കി, ഡോക്ടർ ഷെത്ത്, ഇങ്ങനെ ഒരുപാട് നല്ല ബ്രാൻഡ്സുമായിട്ട് കൊളാബ് ചെയ്യണം. അപ്പം എനിക്ക് ഏറ്റവും എന്താ വെച്ചാൽ എനിക്ക് ഇതൊക്കെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാർമേസി, ഇങ്ങനെ ഒരുപാട് ബ്രാൻഡ്സ് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി കൊളാബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ലോറിയൽ എൻ്റെ ഒരു വിഷ് ലിസ്റ്റായിരുന്നു. എനിക്ക് ലോറിയൽ, ലാക്മേ ഒക്കെ ആയിട്ട് കൊളാബ് ചെയ്യണമെന്നുള്ളത്. ഇപ്പോഴും എനിക്ക് സ്റ്റിൽ നൗ എനിക്ക് നൈക്കായിട്ടൊരു കൊളാബ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. വേറെ ഒരുപാട് ബ്രാൻഡ്സുമായിട്ട് എനിക്ക് ഇങ്ങനെ കൊളാബ് ചെയ്യണമെന്ന്, എനിക്ക് വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അത് നമ്മുടെ ഈ ജോബിൽ നിൽക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ എന്തുകൊണ്ട് നമ്മളത് ആഗ്രഹിക്കുന്നു എന്നുള്ളത്. പിന്നെ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്തെന്നറിയോ, ഞാൻ ആദ്യം തുടങ്ങിയ സമയത്ത് ഞാൻ ജസ്റ്റ് കമ്പയർ അല്ലെങ്കിൽ ഞാൻ മറ്റുള്ള റെഫറൻസ് എടുക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ റെഫറൻസ് എടുക്കണ്ട, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ എന്താണോ അത് അങ്ങനെ നിന്നാൽ മതി. പിന്നെ ഒരിക്കലും നെഗറ്റീവ് കമൻറ്റ്സ് വരുമ്പോഴേക്കും നമ്മളെ കുറിച്ച് അങ്ങനെയാണ് പറയുന്നത്, അങ്ങനെ നിങ്ങൾ വിചാരിക്കുകയും ചെയ്യരുത്. ഒരു സൈഡ് ഓഫ് ആൾക്കാർ നിങ്ങളെ ഇഷ്ടമല്ലായിരിക്കും, പക്ഷെ ഒരു സൈഡ് ഓഫ് ആൾക്കാർക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അവരുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൽ മുമ്പോട്ട് പോവുക. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഒരു എനർജി നിങ്ങളെ മുമ്പോട്ട് ഇങ്ങനെ നയിക്കും.
ഓക്കെ. പിന്നെ ഞാൻ പറയാം, ഓവർ തിങ്ക് ചെയ്യരുത്. ഓവർ തിങ്ക് ചെയ്യുക, കണ്ടന്റിനെ കുറിച്ച് ഓവർ തിങ്ക് ഭയങ്കരമായിട്ട് ബേൺ ആവുക, അങ്ങനെ ഒന്നും ചെയ്യരുത്. ജസ്റ്റ് കാം ആവുക. പിന്നെ നമ്മൾ ഈ ഒരു ജോലിന് ഭയങ്കര സ്ട്രെസ് ഉള്ള ഒരു പരിപാടിയാണ്. സോ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി മെഡിറ്റേഷൻ എന്തെങ്കിലും ചെയ്യുന്ന ഒരു ബെറ്റർ ആയിരിക്കും. ആൻഡ് പിന്നെ ഡൗട്ടിങ് യുവർ സെൽഫ്. അത് നിങ്ങളിങ്ങനെ അയ്യോ നമ്മൾ ചെയ്യണത് ശരിയല്ലേ, നമ്മൾ നല്ലതല്ലേ, അയ്യോ അവരങ്ങനെയല്ലേ, ഇവരുടെ വീഡിയോ ഇങ്ങനെയല്ലേ, നമ്മൾ അങ്ങനെയല്ലേ കാണാൻ, അവർ സംസാരിക്കണം അങ്ങനെയല്ലേ, അവരെ പോലെ നമ്മൾ സംസാരിക്കുക, അങ്ങനെ ഒന്നും വേണ്ട. നീ എന്താണോ അങ്ങനെ നീ നിൽക്കുക, ഞാൻ എന്താണോ അങ്ങനെ ഞാൻ നിൽക്കാം, അതല്ലേ നല്ലത്. അല്ലാതെ അവരെ പോലെ സംസാരിക്കുക, അവരിടുന്ന വീഡിയോ പോലെ അങ്ങനെയല്ല. നിങ്ങൾക്ക് എന്താണോ ഇൻട്രസ്റ്റ് ഉള്ളത് അതിനെക്കുറിച്ചിട്ട് വീഡിയോ ചെയ്യാം. ഞാൻ ഈ യൂട്യൂബിൽ നിന്ന് ഞാൻ ഒരുപാട് ലൈഫ് ലെസൺസ് പഠിച്ചു. എൻ്റെ പേഴ്സണൽ ലൈഫ് യൂട്യൂബ് എനിക്ക് ത്രൂ ഒക്കെ ഒരുപാട് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ പാടാണ് സക്സസ് ടേക്സ് ടൈം. സക്സസ് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അതൊരു സ്ലോ ഒരു പ്രോസസ്സാണ്. പക്ഷെ അതൊരിക്കലും ഒരു ഓവർനൈറ്റ് പ്രോസസ്സ് അല്ല സക്സസ് എന്ന് പറയുന്നത്. കൺസിസ്റ്റൻസി ബീറ്റ്സ് പെർഫെക്ഷൻ. പെർഫെക്ഷനെക്കാളും കൺസിസ്റ്റൻസി ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഈ ഫീൽഡിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാറ്. അതായത് ഇപ്പം ഞാൻ ഒരുപാട് ആൾക്കാരുണ്ട്, അവർ ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം, വീഡിയോ അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം, ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ആയിരിക്കും. നിങ്ങൾ എൻ്റെ പഴയ വീഡിയോസ് എടുത്ത് വെച്ചാൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് പൂപ്പലുണ്ട്, പൊടിയുണ്ട്, പായലുണ്ട്. ഞാനൊരു ബെഡ് ഇട്ടിട്ട് ഒരു ചെവറിൽ അപ്പ കറക്റ്റാ മാറ്റി വീഡിയോസാണ് ചെയ്തുകൊണ്ടിരുന്നത്. സോ കൺസിസ്റ്റൻസിയാണ് അതിൻ്റെ കീ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡോണ്ട് കമ്പയർ യുവർ ചാപ്റ്റർ 1 വിത്ത് അതേഴ്സ് ചാപ്റ്റർ 10. നിങ്ങളുടെ ചാപ്റ്റർ 1 ആണ്. ആ ഒന്നാമത്തെ ചാപ്റ്ററും ഒരാളുടെ 10ാമത്തെ ചാപ്റ്ററുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്തത്. അത് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. 1ൽ നിന്ന് 10ലോട്ട് പോകുമ്പോൾ അവർ ഇമ്പ്രൂവ് ചെയ്യാതിരിക്കും വരുന്നത്. പക്ഷെ അതേസമയം നിങ്ങളുടെ ഒന്നാമത്തെ ചാപ്റ്ററും മറ്റൊരാളുടെ 10ാമത്തെ ചാപ്റ്ററോടെ തമ്മിൽ നിങ്ങൾ കമ്പയർ ചെയ്യാനേ നിൽക്കരുത്. കമ്പയർ ചെയ്ത് കമ്പാരിസൺ എന്ന് പറഞ്ഞൊരു വൃത്തിയുടെ സംഭവമാണ്. നിനക്ക് നിന്നെ വിശ്വാസമുണ്ടോ, നീ എന്താണോ അതിൽ നീ വിശ്വസിച്ച് മുമ്പോട്ട് പോവുക. കാരണം നമ്മൾ എല്ലാവരും വ്യത്യസ്തരായിട്ട് ആൾക്കാർ, സ്വഭാവം, പുറമേ ഉള്ള കാണാനുള്ളത്, കണ്ണ്, മൂക്ക്, നാക്ക്, പല്ല്, സംസാര രീതി, ക്യാരക്ടർ, ലൈക്ക് പല നിങ്ങളുടെ ക്യാരക്ടറിൻ്റെ ഓരോരോ ഫീച്ചേഴ്സ് എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ആ ഡിഫറെൻ്റ് ആയിട്ടുള്ള നിങ്ങൾ മറ്റൊരാളായിട്ട് കമ്പയർ ചെയ്യേണ്ട ഒരാവശ്യമില്ല. കാരണം എങ്കിൽ പിന്നെ ദൈവത്തിന് ഒരാളെ മാത്രം സൃഷ്ടിച്ചാൽ പോരായിരുന്നോ, അല്ലെങ്കിൽ നേച്ചറിന് ഒരാളെ മാത്രം സൃഷ്ടിച്ചാൽ പോരായിരുന്നോ, അല്ല എല്ലാവരും ഇങ്ങനെ എങ്കിൽ പിന്നെ അച്ചടിച്ചാൽ പോരായിരുന്നോ. എന്തിനിങ്ങനെ പല പല ആൾക്കാർ, ഓരോ മനുഷ്യർക്കും ഓരോരോ ക്വാളിറ്റിയാണ്. പിന്നെ പ്രൊട്ടക്ട് യുവർ പീസ്. അത് ഭയങ്കര വലിയ കാര്യമാണ്. നിങ്ങളുടെ സമാധാനം പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ആവശ്യമാണ്. നിങ്ങൾക്ക് ചുറ്റും പല കൈൻഡ് ഓഫ് ആൾക്കാർ കാണും. അപ്പം നിങ്ങൾ തീരുമാനിക്കുക എവിടെ നിൽക്കണം, എവിടെയാണ് നിങ്ങളുടെ ബൗണ്ടറി. നിങ്ങളുടെ അത് പേഴ്സണൽ ലൈഫ് ആയിക്കോട്ടെ, പ്രൊഫഷണൽ ലൈഫ് ആയിക്കോട്ടെ, നിങ്ങളുടെ ബൗണ്ടറികൾ തീരുമാനിക്കുക. അത് ഭയങ്കര വലിയ കാര്യമാണ്. ബൗണ്ടറി വേണം. ഏത് ബന്ധത്തിനും ഒരു ബൗണ്ടറി വേണം. ഇപ്പം എനിക്കൊരു ഹസ്ബൻഡുണ്ട്, ഞാനും എൻ്റെ ഹസ്ബൻഡിനോട് തമ്മിലൊരു ബൗണ്ടറി ഉണ്ട്. കാരണം എനിക്കൊരു ബൗണ്ടറി ഉണ്ട്. എൻ്റെ ഹസ്ബൻഡിന് ഇങ്ങോട്ട് അത് പുള്ളിക്ക് അറിയാം. ആ ഒരു ബൗണ്ടറിക്ക് അപ്പുറത്തോട്ട് വരാൻ ഒരു മനുഷ്യർക്കും ഇല്ല. ഇപ്പം അമ്മയായിക്കോട്ടെ ആർക്കും ആയിക്കോട്ടെ, ഒരു ബൗണ്ടറിക്ക് അപ്പുറത്തോട്ട് വരേണ്ട ആവശ്യമില്ല. ആ ബൗണ്ടറിക്ക് അപ്പുറത്തോട്ട് നിങ്ങളുടെ പീസ് നിങ്ങൾ എങ്ങനെ കീപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പീസ് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ എപ്പോഴും നിങ്ങളുടെ പീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം ആൻഡ് കീപ് ലേണിങ്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ എല്ലാം അറിഞ്ഞുകൊണ്ട് വന്ന ഒരാളല്ല. പക്ഷേ സ്റ്റിൽ നൗ ഞാൻ ഓരോന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓരോ റിസർച്ച് ഇറങ്ങുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പഠിക്കാൻ നോക്കും. ഓരോ ബുക്കുകൾ ഞാൻ വായിക്കുന്നുണ്ട് എൻ്റെ പ്രൊഫഷനായിട്ട്. ഇപ്പം പുതിയൊരു PDRN ഇറങ്ങി, ഞാൻ അതിനെക്കുറിച്ചിരുന്ന് പഠിക്കാറുണ്ട്, പോയിന്റ്സ് നോട്ട് വയ്ക്കാറുണ്ട്. എനിക്കത് ഇഷ്ടമാണ്. ഞാൻ അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കോസ്മെറ്റിക്സിനെ കുറിച്ചുള്ള കുറേ ബുക്കുകൾ വായിക്കാറുണ്ട്. ഞാൻ അല്ലെങ്കിൽ ഓഡിയോ ബുക്ക് ത്രൂ കേൾക്കാറുണ്ട്. കാരണം എനിക്ക് എൻ്റെ ഈ ഒരു പ്രൊഫഷനിൽ പഠിച്ചുകൊണ്ടിരിക്കാൻ എനിക്കിഷ്ടമാണ്. പിന്നെ എപ്പോഴും താങ്ക്ഫുൾ ആയിരിക്കുക നമ്മുടെ ഓഡിയൻസിൻ്റെ അടുത്ത്, നമ്മളെ കേൾക്കുന്ന ആൾക്കാരുടെ അടുത്ത്. നമ്മളെ ഇതങ്ങനെ ഇപ്പം എനിക്ക് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് വരുമ്പോൾ ഓഫ്കോഴ്സ് ഞാൻ അവർക്ക് റിപ്ലൈ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ എനിക്ക് യൂട്യൂബിൽ എനിക്ക് എപ്പോഴും തിരക്കായിപ്പോൾ എനിക്ക് പറ്റാറില്ല എന്നേ ഉള്ളൂ. പക്ഷെ അല്ലാത്തപ്പോഴത്തേക്കും ഞാൻ മാക്സിമം റിപ്ലൈ കൊടുക്കാറുണ്ട്. പിന്നെ ഒരാൾ കണ്ട് ഗംഗയെ അല്ലെങ്കിൽ ഗംഗ ചേച്ചി എന്ന് പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് അവരെ ഇങ്ങനെ ചേർത്ത് പിടിക്കാനെന്നുള്ള എപ്പോഴും അത് ശ്രദ്ധിക്കുക. കാരണം അവർ നമ്മളെ സ്നേഹിക്കുന്നൊരു ഇഷ്ടമുണ്ട്. അത് ഭയങ്കര ഭാഗ്യമാണ്. നമ്മളെ എങ്ങനെ അമ്മ സ്നേഹിക്കും, അച്ഛൻ സ്നേഹിക്കും, കുഞ്ഞമ്മ സ്നേഹിക്കും, കൊച്ചച്ഛൻ സ്നേഹിക്കും, ചേട്ടൻ സ്നേഹിക്കും, ചേച്ചിയൊക്കെ എല്ലാവരും സ്നേഹിക്കും. പക്ഷെ നമ്മളാ ഒരു റിലേറ്റീവ് അല്ല. നമ്മൾ എവിടെ നിന്നോ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും നമ്മളെ കണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരെ നമുക്കൊന്ന് കാണുമ്പോൾ നമുക്കൊന്ന് കെട്ടിപ്പിടിക്കാനോ സ്നേഹിക്കാനോ എൻ്റെ ഓഫ്കോഴ്സ് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എന്നെ കെട്ടിപ്പിടിക്കും. ഞാൻ നല്ല കെട്ടിപ്പിടിക്കും. ഞാനിങ്ങനെ ഉള്ളിൽ നിന്ന് ആ സ്നേഹം കൊടുത്ത് ഞാൻ കെട്ടിപ്പിടിക്കും. കാരണം അവരൊക്കെ ആണ് നമ്മുടെ സന്തോഷത്തിൻ്റെയൊക്കെ ഒരു കാരണം. സോ അങ്ങനെ അവരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് എനിക്ക് ഭയങ്കര വലിയൊരു നന്ദി പറയാനുണ്ട്. കാരണം എൻ്റെ ലോയിലും എൻ്റെ ഹൈയിലും
ഒക്കെ നിങ്ങൾ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ നിങ്ങൾ എൻ്റെ ജീവിതം മാറാൻ നിങ്ങളും ഒരു കാരണമാണ്. ആൻഡ് നിങ്ങളിടുന്ന കമൻ്റ് ആയിക്കോട്ടെ, നിങ്ങളിപ്പോൾ നെഗറ്റീവോ പോസിറ്റീവോ വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങളിടുന്ന നെഗറ്റീവ് നിങ്ങൾ സജഷൻ ആയിക്കോട്ടെ, എല്ലാത്തിലും ഞാൻ താങ്ക്ഫുള്ളാണ്. കാരണം നിങ്ങളിപ്പം പറയാണ് ചേച്ചി അടുത്ത പ്രാവശ്യം ഇങ്ങനെ ചെയ്യും. ഓഫ്കോഴ്സ് ഞാനത് ട്രൈ ചെയ്യാൻ ഞാൻ റെഡിയാണ്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അതിനൊക്കെ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ആൻഡ് താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്. സോ ഗൈസ്, കറണ്ട് പോയി. അപ്പോഴത്തേക്ക് ഞാൻ എവിടെ സംസാരിച്ചിരിക്കണമെന്ന് വിട്ടുപോയി. സംഭവം വേറെ ഒന്നുമില്ല, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പുതിയ ക്രിയേറ്റേഴ്സിൻ്റെ അടുത്താണ്. ഇപ്പം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളെ കോണ്ടൻറ്റ്സ് അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വർക്കിനോട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ചില ആൾക്കാരുണ്ട് ഒരു ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ആദ്യത്തെ ഒരു ദിവസത്തേക്ക് 2 ദിവസത്തെ എടുപ്പെടുത്തിട്ട് 3 തലയും കുത്തിയിടും. അപ്പോൾ അങ്ങനെ വേണ്ട, കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. ആൻഡ് ഓൾസോ ബി ഒതൻറ്റിക്. നിങ്ങൾ എന്താണോ അങ്ങനെ നിൽക്കുക, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്ന ആ ഒരു പാത്ത്, നിങ്ങൾക്ക് എന്തുണ്ടോ അത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഒരുപാട് ഇനി എനിക്കൊരു സ്റ്റുഡിയോ വേണം, അല്ലെങ്കിൽ എനിക്ക് അത് വേണം ഇത് വേണം, അങ്ങനെയൊന്നും വേണ്ട. നിങ്ങൾക്ക് എന്തുണ്ടോ അത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ എൻ്റെ പ്രൊഫഷൻ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ആൻഡ് ഓൾസോ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇപ്പം ഞാൻ ചില ആൾക്കാർ കണ്ടുകൊണ്ട് ഇപ്പം ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് അവർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ അവർ ഇങ്ങനെ ഉണ്ട്, ഞാൻ ക്യാമറ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യൂ, ഫോണിലൊന്നും എനിക്ക് പറ്റൂല. അതേസമയം ആദ്യം പറഞ്ഞു ഐഫോൺ ഉണ്ടെങ്കിൽ വീഡിയോ ഉള്ളതെന്ന് പറഞ്ഞു. പിന്നെ ഐഫോൺ വാങ്ങിച്ചപ്പോഴത്തേക്കും ക്യാമറ ഉണ്ടെങ്കിലും ഞാൻ വീഡിയോ ഉള്ളതെന്ന് പറയും. മീൻസ് അതൊരു എക്സ്ക്യൂസാണ്, നമുക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സ്ക്യൂസാണ്. സോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എക്യുപ്മെൻറ്റ് വേണമെന്നില്ല. വാട്ട് യു ഹാവ് അത് വെച്ചിട്ട് മുമ്പോട്ട് പോവാം. ഒരുപാട് ഹെയ്റ്റ് കമൻറ്റ്സ് വരും, അങ്ങനെ പറയും. നമ്മൾ വിചാരിക്കാത്ത പോലെ കാര്യത്തിന് അവർ നമ്മളെ മേ ബി ഒരു കൈൻഡ് ഓഫ് ആൾക്കാർ നമ്മളെ റൂമേഴ്സ് പറയുമായിരിക്കും. നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്തത് മേ ബി അവർ നമ്മളെ കുറിച്ച് പറയുമായിരിക്കും. അതൊന്നും മൈൻഡിൽ എടുക്കേണ്ട, ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക, കീപ് മൂവിങ്. നിങ്ങളുടെ ഗോൾ എന്താണോ, നിങ്ങളുടെ ഫോക്കസ് ആണ് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് മാത്രമല്ല, നിങ്ങളുടെ ലൈഫ് ആയിക്കോട്ടെ, പേഴ്സണൽ ലൈഫ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഓഫീസിലൊരു വർക്ക് ആയിക്കോട്ടെ. അപ്പോൾ ഓഫീസിൽ തന്നെ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞേക്കാം ഓഫീസിൽ തന്നെ ഇങ്ങനെ ബുള്ളി ചെയ്യുന്ന ആൾക്കാരുണ്ട്, കൂട്ടം കൂടിയിരുന്ന് കുറ്റം പറയുന്നത്, അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കാം. മേ ബി അങ്ങനെയൊക്കെ ഉണ്ടായാലും ഇല്ലെങ്കിലും ഇഗ്നോർ ദ ഹേറ്റേഴ്സിനെ എല്ലാവരും ഇഗ്നോർ ചെയ്യുക, മുമ്പോട്ട് പോവുക, അത്രേ ഉള്ളൂ. ആൻഡ് ഗൈസ്, ഈ ഒരു 6 വർഷം എന്ന് പറയണത് ആക്ച്വലി ആലോചിക്കുമ്പോൾ 6 വർഷമായി എന്ന് തോന്നണമെന്നുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ എന്നെ കുറച്ചുകൂടി ഇംപ്രൂവ് ആക്കിയത് ഞാൻ ഈ ഒരു ഫീൽഡിൽ വന്നതിന് ശേഷമാണ്. അതായത് ഞാനിപ്പം നോട്ട് ഫിസിക്കലി അല്ല ഞാൻ പറയുന്നത്, ഞാൻ എൻ്റെ ഡ്രസ്സിങ് സെൻസ് ഒന്നുമല്ല ഞാൻ പറയുന്നത്. എൻ്റെ ഒരു ക്യാരക്ടർ കുറച്ച് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടല്ല. ഇപ്പം ഞാൻ വേറെ എവിടെയെങ്കിലും ആണ് ജോലി ചെയ്തിരുന്നെങ്കിൽ എനിക്ക് പല കാര്യത്തിനെ കുറിച്ച് അറിയാണ്ടാവില്ല. ഞാൻ പല കാര്യത്തിൽ എനിക്ക് മനുഷ്യരെല്ലാവരും ഒരേപോലെയാണെന്ന് വിചാരിക്കുമായിരിക്കും ഞാൻ. പക്ഷേ ഈ ഒരു ഫീൽഡിലോട്ട് വന്നപ്പോൾ എനിക്ക് പല ടൈപ്പ് ഓഫ് ആൾക്കാർ, അവരുടെ ക്യാരക്ടേഴ്സ്, മേ ബി നമ്മൾ അങ്ങോട്ട് മാറുമ്പോൾ അവരെന്ത് പറയും, അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുമ്പോൾ അവരെങ്ങനെയാണ് നിൽക്കുന്നത്, അങ്ങനെയൊക്കെ ഉണ്ടാവും. ബട്ട് എന്നെ കുറച്ചുകൂടെ ബെറ്റർ ആക്കിയിട്ടേ ഉള്ളൂ ഈ ഒരു കാലഘട്ടത്തിൽ. ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു, ഒരുപാട് പാഠങ്ങൾ പഠിച്ചു, അങ്ങനെ എന്നെ ബെറ്റർ ആക്കിയേ ഉള്ളൂ. അപ്പോൾ ഈ 6 വർഷം എന്ന് പറഞ്ഞാൽ മേ ബി ഒരു 6 വർഷം കൂടെ കഴിയുമ്പോൾ ഞാൻ ഇതിൽ കൂടെ ബെറ്റർ ആവുള്ളൂ. ഒരിക്കലും നമ്മൾ ഓരോ വർഷം കഴിയുന്തോറും നമുക്ക് ഓരോരോ പാഠങ്ങൾ പഠിച്ച് മുമ്പോട്ട് പോവുകയാണ് ചെയ്യണത്, താഴോട്ട് വരികയല്ലേ ചെയ്യണത്. സോ അപ്പോൾ അത്രേ ഉള്ളൂ. ആൻഡ് ഓൾസോ നിങ്ങൾ എൻ്റെ ഈ ഒരു ജേണിയുടെ പാർട്ടാണ്. എന്നെ സ്നേഹിക്കുന്ന, എന്നെ മനസ്സിലാക്കുന്ന, എന്നെ എപ്പോഴും അല്ല അവൾ അങ്ങനെയല്ല, അവൾ ഇങ്ങനെയാണ് എന്ന് എന്നെ എവിടെയെങ്കിലും അയ്യോ ഗംഗ അങ്ങനെയല്ല, ഗംഗ അങ്ങനെയാണ് എന്ന് പറയുന്ന ഒരുപാട് എന്നെ ഒരു നിങ്ങളുടെ വീട്ടിൽ ഒരാളെ പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ പോലെയൊക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ചേച്ചിയെ പോലെ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പോലെ നിങ്ങൾ എന്നെ കാണുന്നുണ്ട്. അതിന് എൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ് ഈ ഒരു ജേണിയിൽ കൂടെ ഉണ്ടാകുന്നതിന്. കാരണം നിങ്ങൾ എൻ്റെ എല്ലാം കണ്ടതാണ്. ഞാൻ വന്ന വഴി, ഞാൻ എങ്ങനെ വന്നു, എൻ്റെ ലോ, എൻ്റെ ഹൈ, എല്ലാ പോയിൻറ്റ്സിൽ കൂടെ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. ആൻഡ് ഗൈസ്, താങ്ക് യു സോ മച്ച്. ഇപ്പം ഞാൻ ഒരു ടൈമിൽ വീട് പണി കഴിഞ്ഞ് ഒരു 2-3 മാസം ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇട്ടിട്ടില്ല. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ടൈമിൽ എന്നെ കൊണ്ട് പറ്റാനില്ലായിരുന്നു. എനിക്ക് ഒട്ടും ഞാൻ മെൻ്റലി ഓക്കെ അല്ല. ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ ഞാൻ ജീവിച്ചിരിക്കണമെന്ന് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷമാണ്. കാരണം എനിക്ക് അത്രയും ഞാൻ ഡൗൺ ആയി പോയ ടൈമിലൊക്കെ എനിക്ക് മെസ്സേജ് വരുവാണെങ്കിൽ എന്താ ഓക്കെ അല്ലേ, പഴയ പോലെ വീഡിയോസ് എന്താ ഇടാത്തെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, ഓക്കെ ആവോടാ, എന്ത് പ്രശ്നമാണെന്ന് എനിക്ക് അറിഞ്ഞില്ല, പക്ഷേ യു വിൽ മൂവ് ഓൺ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് എന്തുമാത്രം മെസ്സേജ് വരുന്നുണ്ട്. അതൊക്കെ എൻ്റെ ഒരു ഗ്രേറ്റ്ഫുൾ ആയിട്ടാണ് കാണുന്നത്. ഗൈസ്, താങ്ക് യു സോ മച്ച്. ഈ ഒരു ജേർണിയുടെ ഒരു പാർട്ടായി ഇനി അങ്ങോട്ട് എപ്പോഴും ഉണ്ടാവുമെന്ന് എനിക്കറിയാം. താങ്ക് യു സോ മച്ച്. ലവ് യു.